വാക്കുകൊണ്ട് കസർത്ത് നടത്തേണ്ടതും ബഹളം ഉണ്ടാക്കേണ്ടതും. ഒരാൾ സത്യമാണ് പറയുന്നതെങ്കിൽ അത് അതീവ ലളിതമാണ്. ആധുനികന്റെ ഭാഷ പൗരാണികരുടേതിൽ നിന്ന് സങ്കീർണമായത് അതിലൊരുപാട് കള്ളത്തരങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട്. ഓരോ സാങ്കേതിക ശബ്ദവും സൂത്രമാണ്. ശരിയല്ല. മറിച്ചും തിരിച്ചും പറയാൻ എഴുത്തെഴുതുമ്പോൾ നോക്കിയാൽ മതി. ചില ഓഫീസിലെ ചില എഴുത്തുകളുണ്ട്, ഒരിക്കലും വായിച്ചാൽ പിടികെട്ടുകാത്ത എഴുത്താണ്. അതിന് വായിക്കുന്ന ഓഫീസറോ താഴേന്നൊരുത്തൻ എഴുതി വിട്ടാൽ മറ്റവനോ ചിലതിൽ വട്ടം ഇട്ട് നോക്കും, ചിലതിൽ നക്ഷത്ര ചിഹ്നം ഉണ്ടാവും, ചിലതിൽ ഇൻറ്റു ഉണ്ടാവും, ചിലതിലൊരു ചുമന്ന വരയുണ്ടാവും. അമ്മ റൈറ്റ് അയ്യർ കാരണം താഴെ മുതൽ വായിച്ചു വരുമ്പോൾ ഇട്ട വട്ടവും എല്ലാം കൂടെ ആകുമ്പോൾ ആർക്കും മനസ്സിലാകാതെ. ഈ സമയം കൊണ്ട് ഒരുപാട് ക്രയവിക്രയങ്ങളും നടന്നിരിക്കും. അവസാനം ഈ ക്രയവിക്രയങ്ങളുടെ പോലും പട്ടിക തിരിച്ചറിയാനാവും. കാര്യം പറയാൻ ഇത്രയൊന്നും വേണ്ട. സ്ട്രെയിറ്റ്, വളരെ ലാഘവത്തോടെ, വളരെ ലളിതമായി ഇതാണ് സത്യം പറയാൻ എളുപ്പമാണ്. അത്ര ലളിതമാണ്. അതുപോലെ കവിതാമയവുമാണ്, ഹൃദയാവർജകമാണ്. അഹോ അനന്തമഹാംബോധൗ മയി ചിത്തവാദേ സമുദ്യതേ വിചിത്രൈഹി ഭുവന കല്ലോലൈഹി സാദ്രാക് സമുദ്ധിതം. ആ ഞാനാകുന്ന അനന്തപാരാവാരത്തിൽ മനമാകുന്ന കാറ്റടിച്ചുടനെ നാനാതരം പ്രപഞ്ചങ്ങളാകുന്ന അലമാലകൾ ഉയർന്നു. അതായത് മുഴുവൻ ഇതൊക്കെ എന്നില്ല. അനന്തപാരാവാരമാകുന്ന എന്നിൽ അനന്തമഹാംബോധവും അമ്പുധിയിൽ, അനന്തമായ മഹാംബുധിയിൽ എന്നിൽ, മയി എന്നിൽ, ചിത്തവാദി മനസ്സാകുന്ന ചിത്തമാകുന്ന കാറ്റടിച്ച് ബോധത്തിലേക്ക് മനസ്സൊന്നിളകിയാൽ പല പ്രകാരത്തിലുള്ള പ്രപഞ്ചമാകുന്ന അലമാലകൾ, അങ്ങനെയാ പഞ്ചീകരിക്കുന്നത്. പ്രപഞ്ചം പ്രപഞ്ചതേ. അതിനൊന്നും വേണ്ട, വെറുതെ ഇരുന്നാൽ മതി. വെറുതെ ഒരിടത്തിരുത്തിയാൽ മതി, ഒരു പേനയും പേപ്പറും കൊടുത്താൽ മതി. മിടുക്കന്മാർ അതും എഴുതി വിറ്റ് കാശാക്കും. മനസ്സിലായില്ല. രാവിലെ ഒരു പെങ്കൊച്ച് പാലും കൊണ്ടുവരികയാണ്. പാല് വീട്ടിൽ കൊണ്ടുതരികയാണ്. ചെറുപ്പക്കാരിയാണ്, 18 വയസ്സ് പ്രായമുള്ളൊരു പെങ്കൊച്ച് പാലും കൊണ്ടുവരുന്നു. വണ്ടിയെ പോകുമ്പോൾ അതാണ് കാണുന്ന ഒരുത്തൻ. അവൻ നേരെ ലോഡ്ജിലോട്ട് പോയിരുന്ന് 100 പേപ്പറും മേടിച്ചെഴുതി രാധ പാലുമായി പോവുകയാണ്. ഗോപാലകൃഷ്ണൻ കോളേജിലേക്ക് സൈക്കിളിൽ വരികയാണ്. സൈക്കിളടിച്ച് രാധ തെറിച്ചു വീണു, പാലുകുപ്പി പൊട്ടി. ഗോപാലകൃഷ്ണനെ നാട്ടുകാർ പിടിച്ചു വെച്ചു. ഒരടിയും കിട്ടി, സൈക്കിൾ ചവിട്ടി ഓടിച്ചു. രാധയ്ക്ക് ദുഃഖം തോന്നി ഗോപാലകൃഷ്ണനെ അടിച്ചതിൽ. കൽപ്പന ഇങ്ങനെയാണ് തുടങ്ങുന്നത്. രാധയെ സൈക്കിൾ അടിച്ചതിലുള്ള വേദനയല്ല, ഗോപാലകൃഷ്ണനെ തല്ലിയതിലുള്ള വേദന. കാരണം അയാളറിയാതെ ഒന്ന് മുട്ടിപ്പോയതാണ്. ഇനി അടുത്ത ദിവസം രാധ പാലുമാവുമ്പോൾ ഓർത്തു, ഗോപാലകൃഷ്ണനെ വഴിയിൽ കാണുമോ? ആദി തുടങ്ങി. ഇനി ഗോപാലകൃഷ്ണന്റെ അച്ഛന് ശബരിമലയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നപ്പോൾ അന്ന് രാധയുടെ അമ്മ അവിടെ സ്വീപ്പറായിരുന്നപ്പോൾ ഉള്ള കുട്ടിയാണ് രാധ. ഈഡിപ്പസ് കോംപ്ലക്സ്. സിമ്പിൾ. കഥ എഴുതാൻ അത്ര കാര്യമൊന്നുമില്ല. നിങ്ങൾ എഴുതാത്തതുകൊണ്ട് ഉള്ള കൊച്ചവൻ എഴുതുന്നതൊക്കെ നിങ്ങൾ വായിക്കുന്നു. ബസ്. ആദി വേണം, മദ്യം വേണം. മദ്യത്തിലെത്തി.
ഈഡിപ്പസ് കോംപ്ലക്സിലാണ് സംഘർഷം. ഈ കല്യാണം നടന്നാൽ അമ്മ ആത്മഹത്യ ചെയ്യും. അവസാനം അമ്മ ആത്മഹത്യ ചെയ്യണ്ട എന്ന് തീരുമാനിച്ച് രാധയും ഗോപാലകൃഷ്ണനും ലോഡ്ജിൽ റൂമെടുത്ത് കെട്ടിത്തൂങ്ങി. ഇത്രയും സാധനം എഴുതാൻ ഒരു 60 മാസത്തെ തുടർക്കഥ. ഇത്രയുള്ളൂ സാധനമാകെ. ഇതിനിടയിൽ രാധയുടെ അച്ഛന് പണ്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അയാളുടെ മകന് രാധയോട് സ്നേഹമുണ്ട്, രാധയ്ക്ക് അങ്ങോട്ടില്ലെങ്കിലും. അയാൾ അടുത്തൊരിടത്ത് സോമില്ല് നടത്തുകയാണ്. അയാൾ ആനപ്പുറത്ത് വരുമ്പോൾ ഗോപാലകൃഷ്ണൻ വഴി നിൽക്കുന്നു. ആനയെ കൊണ്ട് ചവിട്ടിക്കാൻ തുടങ്ങുകയാണ്. ഗോപാലകൃഷ്ണൻ താഴെ കിടക്കുന്നു, ആന കാലുപൊക്കി നിൽക്കുന്നു. ഇവിടെ ഈ ആഴ്ച തീരുന്നു, ഇനി അടുത്ത ആഴ്ച വരെ ഉറങ്ങാനും പറ്റും. സിമ്പിൾ. ഞങ്ങളിങ്ങനെ നോവൽ എഴുതുന്നതുകൊണ്ടാണ് ഒരു നോവലും വായിക്കാത്തത്. ഈ വിശ്വം ഇങ്ങനെയാ കൽപ്പിതമാകുന്നത്. ബോധത്തിലേക്ക് മനസ്സ് കിടന്നാൽ 1000 എണ്ണം എഴുതാം. ഇടത്ത് കൈക്കും വലത്ത് കൈക്കും ഒക്കെ എഴുതാം. മനസ്സിലായില്ല? ഇതിന് പ്രയാസമൊന്നുമില്ല. ഇതിലെ രാധയും ഗോപാലകൃഷ്ണനെയും വില്ലനായി വന്ന ശങ്കരനെയും ആനയും ഒക്കെ മാറ്റി, ഇതിനകത്ത് ഈഡിപ്പസ് കോംപ്ലക്സും മാറ്റി, ഇതിന്റെ നടുക്കോട്ടൊരു ജ്യോതിഷിയെ കൊണ്ടുവന്ന് പെണ്ണ് മനുഷ്യഗണം, ചെറുക്കൻ അസുരഗണം, മനുഷ്യാസുരരണം. സംഗതി വേറൊരു വഴിക്ക് കൊണ്ടുവന്നു. ഇതേ കഥാപാത്രങ്ങളെയും ജ്യോതിഷിയെയും മാറ്റി രാധ പാവപ്പെട്ട വീട്ടിലും ഗോപാലകൃഷ്ണൻ കോടീശ്വരനും ആയാൽ ഗോപാലകൃഷ്ണന്റെ അച്ഛൻ ഒരു 50 ഗുണ്ടകളെ വിട്ട് രാധയുടെ അച്ഛനെ 4 തല്ലും കൊടുത്ത് മര്യാദയ്ക്ക് ഇരുത്തിയാൽ സംഗതി കുറെ കൂടെ കേമമായി. ഗോപാലകൃഷ്ണൻ അടുത്ത ലക്കത്തില് പുതിയ നോവലിൽ ഈ ഗോപാലകൃഷ്ണനെ പാവപ്പെട്ടവനും രാധയെ കോടീശ്വരിയായിട്ട് അവതരിപ്പിച്ചാൽ, ചെറുക്കന്റെ കാല് തല്ലി ഒടിച്ചിട്ടാൽ സംഗതി വേറൊന്നായി. മനസ്സിലായില്ലേ? ആകെ ഇതുവരെ എഴുതിയതെല്ലാം ഇത് മറിച്ചും തിരിച്ചുക. ഇത് വായിച്ച നേരത്തിന് ഈ അത്ഭുതമായ എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇത് മുഴുവൻ നിങ്ങൾക്കെഴുതാമായിരുന്നു. മനസ്സിലായില്ല? ഇതിന് പകരം വല്ലവനും എഴുതിയതൊക്കെ മേടിച്ച് ബുധനാഴ്ചയൊക്കെ കാത്തിരിക്കുകയാണ് അല്ലേ, വരുന്നുണ്ടോന്നറിയാൻ. പകരം അനന്തപരാവാരത്തിൽ എന്നിൽ ഞാനാകുന്ന അനന്തമഹാംബോധവും അമ്പുധിയിൽ, ആ അനന്തപാരാവാരത്തിൽ, അനന്തപാരാവാരമാകുന്ന എന്നിൽ ചിത്തവാദേ സമുദ്യതേ, ചിത്തമാകുന്ന കാറ്റടിച്ചിളകുമ്പോൾ ഉത്ഭൂതമാകുന്ന വീച്ചി വിചിത്രൈ ഭുവനകല്ലോലൈ, പല പ്രകാരത്തിലുള്ള വിചിത്രങ്ങളായ. ഇതിന്റെ തലപ്പത്തെത്തിയപ്പോ വ്യാസൻ ലോകത്തെഴുതാനുള്ള എല്ലാ നോവലിന്റെയും കൂടെ കഥ ഒന്നിച്ചാണ് 1000കണക്കിന് കഥാപാത്രങ്ങളെ ചേർത്ത് ഒരു ഭാരതം എഴുതി കയ്യിലോട്ട് തന്നു. ഇത് പഠിച്ചാൽ ഒറ്റയ്ക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പാശ്ചാത്യന് ഇത് മനസ്സിലാകാത്തതുകൊണ്ട് പറഞ്ഞു ഒരാളൊന്നും എഴുതിയല്ല, ഇത് 50-60 പേര് കൂടിയിരുന്ന് എഴുതിയതാണ്. കുറച്ച് എഴുതി കുറെ കാലം എഴുതിയതാണ്. അത്രയൊന്നും വേണ്ട. ഈ ബോധമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എഴുതാനൊരു 50 പേരെ വിളിച്ചിരുത്തിയാൽ ഒരുത്തൻ ഒരെണ്ണോ, ഒരുത്തന് വേറൊരെണ്ണോ ചരവുറ പറഞ്ഞു കൊടുക്കാവുന്ന. ബോധം ഉണരണം. ബോധം ഉണർന്നാൽ പറയാനുള്ളതൊക്കെ തന്നെ ഇങ്ങ് വരും.
ആകെ ഉണരേണ്ടത് ബോധം മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യണ്ട. ഈ അനന്തമായ പാരാവാരമാകുന്ന എന്നിൽ ചിത്തമാകുന്ന കാറ്റടിക്കുമ്പോൾ വിചിത്രതരങ്ങളായ വൈചിത്ര്യമുള്ള എന്തെല്ലാം വൈചിത്ര്യങ്ങളാണ്. ബോധത്തിൽ കാറ്റടിച്ചാല് എന്തെല്ലാം വൈചിത്ര്യം ഉണ്ടാവും. പറ്റുകയില്ലെന്ന് തോന്നുന്നതൊക്കെ പറ്റും. ബോധത്തിൽ കാറ്റടിക്കണം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ശുചീന്ദ്രത്തും ഹംപിയിലും പട്ടടക്കല്ലിലും ഐഹോളിലും ലേപാക്ഷിയിലും ബേലൂരിലും അലേബീഡുവിലും ഒക്കെ പോയിട്ടുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇവിടെയൊക്കെ പോയാൽ കല്ലിലാണ് കവിത വിരചിച്ചിരിക്കുന്നത്. പേപ്പറിൽ എഴുതുന്നത് പോട്ടെ, വ്യാളിയുടെ വായിക്കകത്ത് ഗോള ഉരുളുക, അതിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കാനും പറ്റുകയില്ല. ഇപ്പൊ ചെല്ലുന്നവൻ തീർച്ചയായിട്ടും ചോദിക്കും, ഇതിനകത്തിട്ടുകൊണ്ട് കൊത്തിയോ? ഒരുത്തൻ കണ്ടിട്ട് പറഞ്ഞു, അത് ഈ കല്ലുകൊണ്ടുണ്ടാക്കുന്ന ഗോളം ഒരു പ്രത്യേകതരം വെള്ളത്തിലിടുമ്പം അത് ചെറുതാവും, പിന്നെ അകത്തിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ വലുതാവും. അവന്റെ ബോധം ഇങ്ങനെയാണ് ഭാവന ഉണ്ടാക്കി. മനസ്സിലായില്ല? അതും ഭാവനയാണ്. സംഗീതം മൂളുന്ന തൂണുകൾ. അയ്യര് വിശന്നിട്ട് എഴുന്നേറ്റു എന്നാ തോന്നുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, കഴിച്ചിട്ടാകാം. ഇനി ആയില്ലെങ്കിലും കഴിക്കാൻ നോക്കും. തീർന്നില്ലാന്ന് തോന്നുന്നു. തീർന്നു. തീർന്നില്ല. തീർന്നു. അനന്തപാരാവാരമാകുന്ന എന്നിൽ ചിത്തമാകുന്ന കാറ്റടിക്കുമ്പോൾ പല പ്രകാരത്തിലുള്ള, അത് പറഞ്ഞു, വിചിത്രതരമായ പ്രപഞ്ചമാകുന്ന അലമാലകൾ ഉണ്ടാകുന്നു. പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. അതിൻ്റെതാണ് പറഞ്ഞു നിർത്തിയത്. അനേകം ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഈ മനസ്സ് ഉളവാക്കുന്നതാണ്. അതിലാണ് നമ്മൾ ഈ കാണുന്ന, ഇന്ന് കാണുന്ന എല്ലാ സാഹിത്യവും വലിപ്പവും എല്ലാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാ ഇളക്കാണെന്ന് മനസ്സിലാവും. അതെങ്ങനെയും ഭാവന ചെയ്യാം. എന്തില്ലാത്തതും ഉണ്ടാക്കാം. അതാണ് മായയുടെ പ്രത്യേകത. അഘടിത ഘടനാപടീയസീ ചമായ. മായ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അഘടിതമായതിനെ ഘടിപ്പിക്കുന്നതാണ് മായ എന്ന് പറഞ്ഞാൽ ഇരുട്ടും വെളിച്ചവും മിഥുനീകരിച്ചിട്ട് ആണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. സത്യാനൃതേ മിഥുനീകൃത്യ. സത്യത്തെയും അസത്യത്തെയും, സത്യമായ ബ്രഹ്മം, അസത്തെന്ന് പറയാവുന്ന അജ്ഞാനം, അതാണ് ഈ കാണുന്ന പ്രപഞ്ചം. അപ്പോൾ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പൂർണ്ണമായ ബ്രഹ്മം, സകളവും നിഷ്കളവുമായി ഒന്നിച്ചിരിക്കുന്ന പൂർണ്ണമായ ബ്രഹ്മം
അതിൽ നിന്ന് പൂർണ്ണമായ ഈ വിശ്വം കുറച്ചാൽ പൂർണ്ണമായ ബ്രഹ്മം അവിടെ ഉണ്ടാവും. ഇതിനർത്ഥം പറയുമ്പോൾ മറ്റു പലരും പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം കുറഞ്ഞാൽ പൂർണ്ണം ഉണ്ടാകുമെന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയും. പൂർണ്ണമായതാണ് അറിവ്. അതിലേത് വസ്തുവിനെക്കുറിച്ചുള്ള അറിവായിരുന്നാലും അറിയുന്ന രീതിയായിരുന്നാലും അറിയുന്നവനായിരുന്നാലും അതിന് ഊനമുണ്ടാകുന്നില്ല. അറിവ് സദാ സർവദാ നിലനിൽക്കുന്നു. അറിവ് മാത്രം. ഇതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയാൽ ജീവിതം ധന്യമായി. ആ നിലയിൽ 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് തന്നെ എഴുതാം. അത്രയേറെയാണ് മനസ്സിന്റെ വിഭ്രമങ്ങൾ. രണ്ടുപേര് വർത്തമാനം പറഞ്ഞാൽ വേറൊരാൾ നോക്കിയാൽ അതിലൊക്കെ നോവലുണ്ടാവും. ഇതിലൊക്കെ ഓരോ നോവലുണ്ടാവും. ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞ് അവിടെ കണ്ട ആളുകളെ ഓരോരുത്തരെയും കഥാപാത്രമാക്കി ഓരോ നോവൽ എഴുതാം. അല്പം പണിയേ ഉള്ളൂ. ഒരു 4-5 പേരെ മലയാള ഭാഷ എഴുതാൻ അറിയാവുന്നവനെ നിർത്തുക, രാവിലെ എഴുന്നേറ്റിരിക്കുക, മംഗളത്തിലേക്കൊന്ന്, മനോരാജ്യത്തിലേക്കൊന്ന്, മാമാങ്കത്തിലേക്കൊന്ന്, കുമാരിയിലേക്കൊന്ന്, ടക്ടക്കിലേക്കൊന്ന്, കട്ട്കട്ടിലേക്കൊന്ന്, ഫയറിലേക്കൊന്ന്, ക്രൈമിലേക്കൊന്ന്, ഫാൽക്കോ ക്രൈമിലേക്കൊന്ന്, മനോരമയ്ക്കൊന്ന്, മാതൃഭൂമിക്കൊന്ന്, ഭാഷാഭൂഷണിക്കൊന്ന്, വനിതയ്ക്കൊന്ന്, ഗൃഹലക്ഷ്മിക്കൊന്ന്, ഇങ്ങനെ എഴുതുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യുക, എഴുതുന്ന ആളിന് ഓരോ തൂലികാനാമം വെച്ച് ഇതിനെല്ലാം 2ഉം 3ഉം എഴുതുക. രണ്ടാമത്തതും മൂന്നാമത്തതും ഒക്കെ എഴുതാൻ കമ്പ്യൂട്ടറിൽ ആദ്യം കഥാഘടന ശരിയാക്കി ഇടുക. പോരുന്നതൊക്കെ കമ്പ്യൂട്ടർ നോവലുകളാണ്. അത് നിങ്ങൾക്കറിയില്ല. ഒരു നോവലിസ്റ്റും ഒരു കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളും കൂടി ഇരുന്നാൽ ആദ്യം നോവലിൻ്റെ ഒരു ഘടന, ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കുക, കമ്പ്യൂട്ടറിലേക്ക് ഇടുക. ആ സോഫ്റ്റ്വെയറിനകത്തേക്ക് എഴുതാനുള്ള നോവല് കയറ്റുക, പേരുകളെല്ലാം മാറ്റുക, സ്ഥലപ്പേരുകളെല്ലാം മാറ്റുക. മനസ്സിലായില്ലേ? സംഭവങ്ങളെ 1-ാം അധ്യായത്തിൽ ഇട്ട സംഭവങ്ങളെ കീഴ്മേലൊന്ന് മറിക്കുക. അടുത്ത നോവലായി. ഇതൊരിടത്തേക്ക് കൊടുക്കുക, അടുത്തിടത്തേക്ക് കൊടുക്കുക. സിമ്പിൾ. ഒരു കമ്പ്യൂട്ടറും ഇത്രയും ഭാവനയുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ഒരു 1000-2000 നോവൽ. പിന്നെ ഇതിന് ഫോണ്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമയാക്കുക. അപ്പോൾ അത് ഇംഗ്ലീഷിലും കൊടുക്കുക 2 ഒരേ സമയം, ഇംഗ്ലീഷിലും മലയാളത്തിലും. കുഴപ്പമൊന്നുമില്ല. തൊഴിലില്ലെങ്കിൽ ഏറ്റവും സുഖമായ പണിയാണ്. ഇതൊക്കെ ചവറ് വായിക്കുകയും ചെയ്തോളും ജനം. കാരണം ഈ വിവരമില്ലാത്തതുകൊണ്ട്. വിവരം കിട്ടിയാൽ ഇത് കാണാനേ പറ്റൂ. പത്രം പോലും ഒന്ന് നോക്കാനേ പറ്റൂ. നോക്കിയതിൻ്റെ ആദ്യാക്ഷരം കാണുമ്പോൾ ന്യൂസ് ഇന്നാണെന്ന് ബോധ്യമാവും. പിന്നെ വായിച്ചിട്ട് കാര്യമില്ല. മുഴുവൻ വേണ്ട. കാരണം ആളുകളെ കാണുമ്പോഴും അതെ, വാ വിളിക്കുമ്പോൾ അറിയാം എന്നതാ പറയാൻ പോകുന്നത്. ഫിനിഷ്ഡ്. ഇത്രയുള്ള ഈ വിശ്വം. ഭാവനയല്ലാതെ ഒന്നും ലോകത്തില്ല. ഇത്രയും കാര്യം മനസ്സിലാക്കിയോ? പിന്നെ ഈ പ്രപഞ്ചമെടുത്ത് അമ്മാനമാടി കളിക്കുക, ജീവിക്കുക, പിരിയുക. ബസ്. പിരിയുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ഞാൻ മാത്രം. അതുകൊണ്ട് പിരിയുന്നുമില്ല, നിൽക്കുന്നുമില്ല. അതെല്ലാം അതാണ് ആ കല്ലോലം. ആ മഹാംബുധിയിലെ കല്ലോലം. അത് അഹമഹമിഹയാ ഭാവന ഇങ്ങനെ വരും. എത്രയായിരം വേണമെങ്കിലും. അതിന് പഞ്ഞമൊന്നുമില്ല. അതുകൊണ്ട് ഈ നോവൽ ഇത്രയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുമ്പം ഇനി ഒരു
ആരുടെയാ? മാധവൻ വല്ലച്ചിറയുടെയും. ഇപ്പൊ അവരൊന്നും അല്ലല്ലോ, ഇപ്പൊ പുതിയ ആളുകളാണല്ലോ. ആരൊക്കെയാ? കാനം വിജയൊക്കെ പോയി. അതൊക്കെ പഴയ ആളാണ്. സുധാകരൻ മംഗളോദയം, അത് തന്നെ. അങ്ങനെ വരട്ടെ. അയാള് 3-4 എഴുതുന്നുണ്ട്, പേര് മാറ്റി. 2-3 പെൺപിള്ളേരുടെ പേരൊക്കെ വെച്ച് എഴുതുന്നതൊക്കെ അയാൾ തന്നെയാണ്. ഒരേ മാസികയിൽ 3 നോവൽ വരെ അയാൾ എഴുതുന്നുണ്ട്. ഇതെഴുതാൻ കമ്പ്യൂട്ടറുണ്ട്. അപ്പൊ നല്ലതാണ്. അപ്പൊ ഇനി നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ലോകം. മയ്യനന്തമഹാംബോധൗ ആശ്ചര്യം ജീവവീചയ ഉദ്യന്തി ഗ്രന്ഥി ഖേലന്തി പ്രവിശന്തി സ്വഭാവത. മുമ്പൊരെണ്ണമുണ്ടോ? മുമ്പൊരു സ്ലോ ഉണ്ട് അല്ലേ? ഒരു സ്ലോ ഉണ്ട്. മയ്യനന്തമഹംബോധൗ ചിത്തവാദേ പ്രശമ്യതി അഭാഗ്യാജീവവണിജ്യേ ജഗത്പോതോ വിനശ്വര. മയ്യനന്തമഹംബോധൗ ചിത്തവാദേ പ്രശമ്യതി അഭാഗ്യാജീവവണിജോ ജഗത്പോതോ വിനശ്വരഃ. മയ്യനന്തമഹംബോധൗ ചിത്തവാദേ പ്രശമ്യതി സതി ജീവവണിജഃ ജഗത്പോതഃ വിനശ്വരഃ. അതിരില്ലാത്ത അലയാഴിയായ എന്നിൽ, മുമ്പ് പറഞ്ഞ അതിരില്ലാത്ത അനന്തമായ മഹാസമുദ്രം. ഈ മഹാസമുദ്ര ഭാഗവതത്തില് മഹാക്ഷസപ്രസംഗം, മഹാമത്സ്യ ദൃഷ്ടാന്തം കേട്ടിട്ടുണ്ടാവും. ആരാ ആളാരാ മീനെ പിടിച്ചത്? മീനെ പിടിച്ച് കോടതി കൊണ്ടുപോയി ആളാരാ? സത്യവ്രതൻ. അതിലൊരു മത്സ്യത്തെ കൊണ്ടുപോയിട്ടു, മത്സ്യം അതിനകത്ത് വളർന്നു. വീണ്ടും പോരാ, വെള്ളത്തിലിട്ടു. അവിടെ മത്സ്യം എന്ന അവസാനം മഹാസമുദ്രത്തിലെത്തി. അവിടെ മത്സ്യമായിട്ടാണ്. ഇതുപോലെ തന്നെ ഇവിടെ മഹാബുദ്ധിയായിട്ടാണ്. അറിവിന്റെ പ്രത്യേകതയാണിത്. അറിവ് എത്ര വളരുന്നുവോ അതിൽ നിറയും. അതിലും വലുതിൽ ചിന്തിച്ചാൽ അതിൽ നിറയും. അതുകൊണ്ട് അനന്തമായ ആകാശം പോലെ, അനന്തമായ സമുദ്രം പോലെ, അതിരില്ലാത്ത അലയാഴിയായ ഞാൻ, ബോധം എന്നിൽ, ചിത്തമാകുന്ന കാറ്റ് അടങ്ങിയപ്പോൾ, കാറ്റടിച്ചപ്പോൾ വിചിത്രങ്ങളായ ദൃശ്യങ്ങൾ, വിചിത്രങ്ങളായ ജഗത്ത് ഉണ്ടായി. അതടങ്ങിയപ്പോൾ ജീവനാകുന്ന വണിക്കിന്റെ ജീവവണിജഃ ജഗത്പോതഃ വിനശ്വരഃ. ജീവനാകുന്ന കച്ചവടക്കാരന്റെ ജഗത്താകുന്ന കപ്പൽ മുങ്ങിപ്പോയി. ജഗത്ത് കപ്പലാണ്,
ജീവനാണ് ഈ കപ്പലും കൊണ്ട് നടക്കുന്നത്. എന്റെ ചിത്തത്തിൽ ഉള്ള കാറ്റാണ്, മനസ്സാകുന്ന കാറ്റാണ് വിചിത്രങ്ങളായ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയത്. അതവിടെ ഉദാഹരണം അങ്ങനെ. ഇവിടെ ചിത്തത്തിലെ കാറ്റ് അടങ്ങിയപ്പോൾ ജീവനാകുന്ന വണിക്കിന്റെ ജഗത്താകുന്ന കപ്പൽ മുങ്ങിപ്പോവാണിത്. ആദ്യം കാറ്റടിച്ചു, കാറ്റടിച്ചിളകിയാടി, കാറ്റ് നിന്നപ്പോഴേക്ക് കപ്പലും മുങ്ങിപ്പോയി. കാറ്റുകൊണ്ട് തന്നെയാണ് ഇളകിയതും, കാറ്റുകൊണ്ട് തന്നെയാണ് തകർന്നതും. കാറ്റ് ശമിച്ചപ്പോഴേക്ക് കപ്പലുമില്ല. ഇതാണ് പറ്റുന്നത്. ഇപ്പൊ കാറ്റുകൊണ്ട് കപ്പല് ഇളകിയാടി വിചിത്രങ്ങളായ ദൃശ്യങ്ങളാകുന്ന ജഗത്തുണ്ടായി. ആ ജഗത്ത് കാറ്റ് നിന്നപ്പോ ജഗത്തില്ലാതായി. അപ്പൊ കാറ്റുകൊണ്ട് ഇളകിയാടിയ കപ്പല് പൊട്ടിത്തകർന്ന് കാറ്റ് തീർന്നപ്പോഴേക്ക്, ഇപ്പൊ സ്വച്ഛന്തം സഞ്ചരിക്കാറാവുമ്പോഴേക്ക് കപ്പലില്ല. എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പൊ അങ്ങ് പഠിപ്പിച്ച് ഞാനുണ്ടാക്കിയ വിചിത്രങ്ങളായ രാജ്യങ്ങൾ, കൊട്ടാരങ്ങൾ, ഇതെല്ലാമായിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. ഇതിങ്ങനെ ഇളകുകയും മറിഞ്ഞ് തിമിർത്ത് നിൽക്കുമ്പോഴാണ് അങ്ങ് വന്ന് ഇതെല്ലാം കൂടെ പഠിപ്പിച്ചേ. അതങ്ങ് പഠിച്ചു തീർന്നപ്പോഴേക്ക് ശാന്തമായി കഴിഞ്ഞപ്പോ ഇപ്പം വിചിത്ര ദൃശ്യങ്ങളില്ല, കപ്പലെല്ലാം തീർന്നു. ഇപ്പൊ ജഗത്തില്ല, ജഗത്ബോധം പോയി. ഇപ്പൊ ഞാൻ മാത്രമായി. അതാ പറയുന്നത്. അനന്തപാരാവാരമായ എന്നിൽ മനമാകുന്ന കാറ്റടങ്ങിയപ്പോൾ ജീവനാകുന്ന വണിക്കിന്റെ ലോകമാകുന്ന കപ്പൽ അവന്റെ ആ ബോധം അടങ്ങി വന്നപ്പോൾ നിശ്ചലമായി, ഇല്ലാതായി, മുങ്ങിപ്പോയി, നശിച്ചുപോയി. വിനശ്യതി. അടുത്തത് 25. അത് ആവശ്യമില്ലാത്തതാണ്. കാരണം അങ്ങനൊരു പദം ഇതിനകത്തില്ല. ജഗത്ബോധ വിനശ്വര എന്നേ ഉള്ളൂ, മുങ്ങിപ്പോയി എന്നേ ഉള്ളൂ. അപ്പൊ അത് എഴുതിയ ആളിന് ഈ ജഗത്താകുന്ന കപ്പൽ നശിച്ചത് ഭാഗ്യക്കേടാണെന്നൊരു തോന്നലുണ്ടാവും. ഭാഗ്യമുള്ളതുകൊണ്ടാ പോയെ. അതുകൊണ്ട് അത് ഇവിടെ ഇല്ല. വണിക്കുമായിട്ട് ചേർത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞാലും അതിനകത്തൊരു അഭംഗിയുണ്ട്. കാരണം വെച്ചാൽ ജഗത്ത് പോകുമ്പോഴാണ് ഭാഗ്യം. അഭാഗ്യോ അഭാഗ്യാഃ അഭാഗ്യാഃ. അപ്പൊ ഭാഗ്യക്കേടുണ്ട് കേട്ടോ, അപ്പൊ ഭാഗ്യക്കേടുണ്ട്. അപ്പൊ എനിക്ക് വിട്ടുപോയതാ. മയി അനന്തമഹംബോധൗ ചിത്തവാദേ പ്രശമ്യതി ജീവവണിജഃ ജഗത്ബോധഃ അഭാഗ്യാഃ വിനശ്വരഃ. അഭാഗ്യവാനായിട്ട് അപ്പൊ അത് നോക്കണം. അത് ശ്രദ്ധിച്ചില്ല, അത് കണ്ടുമില്ല. നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അത് കണ്ടുമില്ല. അപ്പൊ അങ്ങനൊരു പദം ഉണ്ട് കേട്ടോ. ശ്ലോകം ചൊല്ലിയപ്പോൾ ഉണ്ട്, അന്വയിച്ചപ്പോ ഇല്ലല്ലേ. അപ്പൊ അങ്ങനൊരു തെറ്റ് പറ്റിയല്ലോ. മൈ അനന്തമഹംബോധൗ ചിത്തവാദേ പ്രശമ്യതി ജീവവണിജഃ ജഗത്ബോധഃ അഭാഗ്യാഃ ജീവവണിജഃ. ഭാഗ്യക്കേടിനാൽ അല്ലേ? ശരിയാണ്. ഭാഗ്യമില്ലായ്മ കൊണ്ട്. അതെ, ജീവന്റെ ഭാഗ്യ പോയത്. എങ്കിൽ പോലും ആ ഭാഗ്യത്തിന് വേറെ അർത്ഥം കാണും. കുറച്ചുകൂടെ കൂടുതലില്ലെങ്കിൽ ജനകനൊക്കെ അങ്ങനെ പറയൂലല്ലോ. അപ്പോൾ അത്
ജീവന്റെ ഭാഗ്യമാണ് പോയത്, അതുകൊണ്ട് തന്നെ അത് ആത്മാവായി. അങ്ങനെ അർത്ഥം ഡയറക്റ്റാണ്. പക്ഷെ ആ ഡയറക്റ്റ് അർത്ഥം കൂടാതെയും ആ ഭാഗ്യ ശബ്ദത്തിന് എന്തെങ്കിലും കാണും. അഭാഗ്യ. അഭാഗ്യ. ഇതിലൊന്നുമില്ല. ഇതിലൊക്കെ നമ്മൾ പറയുന്നത് കൊള്ളുന്നില്ല. ഡിസ്ട്രക്ഷൻ വാനിഷസ് ദ യൂണിവേഴ്സ് ആൻഡ് ദി ജീവ മാനിഫെസ്റ്റ് ദംസെൽസ്. അതെ, എങ്കിലും ആചാര്യന്മാർ എഴുതുമ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെന്തെങ്കിലും ഉദ്ദേശം ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്നുള്ള സംശയം കൊണ്ടാണ്. അത് പെട്ടെന്ന് തോന്നിയാൽ പറഞ്ഞു തരേണ്ട കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് എടുത്താൽ മതി തൽക്കാലം. അനന്തപാരാവാരമായ എന്നിൽ മനമാകുന്ന കാറ്റടങ്ങിയപ്പോൾ ജീവനാകുന്ന വണിക്കിന്റെ ലോകമാകുന്ന കപ്പൽ അവന്റെ ഭാഗ്യദോഷം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. അവന്റെ നാവുമ്പോൾ കച്ചവടക്കാരന്റെ ഭാഗ്യദോഷമാണ്, ജീവന്റെ ഭാഗ്യമാണ്, ജീവഭാവത്തിൽ ഭാഗ്യദോഷമാണ്, ആത്മാവിന് ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു കൊപ്പിക്കാം. അത് അല്ലാതെ തന്നെ നീ ഇപ്പൊ തന്നെ മോക്ഷത്തിലാണെന്നല്ലേ മുമ്പ് പറഞ്ഞേ. ഈ കപ്പലും ഇതുമൊക്കെ ഉള്ളപ്പോൾ തന്നെ നീ മോക്ഷത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അത് ജീവനോടും ചേർത്ത് വെക്കേണ്ടതില്ല. ആ ജനകന്റെ ഭാഷ എന്ന് പറഞ്ഞാലും ജനകൻ അറിഞ്ഞിട്ടാണല്ലോ പറയുന്നത്, അതിലേക്ക് കയറിയിട്ടാ പറയുന്നത്. അങ്ങനെയൊക്കെ വളച്ചും പൊളച്ചുമൊക്കെ പോകാതെ ഡയറക്റ്റ് അർത്ഥം ഉണ്ടാവും. ഇത്ര നേരം നല്ല ഡയറക്റ്റായിട്ട് വന്ന സാധനമല്ലേ, പിന്നെന്താ കുഴപ്പം വരിക? ഡയറക്റ്റ് അർത്ഥം ഉണ്ടാവും. അതേതായാലും നമുക്ക് രണ്ടാം ഭാഗം എടുക്കുമ്പം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. നമ്മളതിനകത്ത് കയറി കസർത്ത് ചെയ്തുണ്ടാക്കണ്ട. യാദൃച്ഛികമായി വന്നില്ലെങ്കിൽ അത് സുഖമല്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം വണിക്കിന്റെ ഭാഗ്യക്കേടെന്നങ്ങ് വിചാരിക്കുക. കാരണം കാറ്റത്ത് തന്നെ തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭാഗ്യക്കേടെന്നെടുക്കാം. കാറ്റ് നിന്നിട്ടുള്ളത് കൊണ്ട് ഭാഗ്യക്കേടെന്നെടുക്കാം. അതൊക്കെ യുക്തിപൂർവമാണ്. അവിടെയല്ല പ്രശ്നം കിടക്കുന്നത്. കപ്പലിന്റെ തകർച്ച അയാൾക്ക് ഭാഗ്യമാണ്. കപ്പൽ തകർന്നതാണ് അയാളുടെ ഭാഗ്യം. അതുവരെ ആ രീതിയിലാണ് വന്നേ. അതെ, ജീവന നഷ്ടം എന്ന് പറഞ്ഞാൽ ജീവന് നഷ്ടം ഉണ്ടാകുകയല്ല. ജീവൻ ആത്മാവായിട്ട് വരുമ്പോൾ നഷ്ടലാഭങ്ങളെപ്പറ്റി ചിന്തയില്ലെന്നാണ് അവിടം വരെ പഠിച്ചത്. അതെ, അതുകൊണ്ട് അത് നമുക്കൊന്ന് നോക്കാം, അത്ര മതി. അതവിടെ നിൽക്കട്ടെ, അതാണ് നല്ലത്. നമ്മളതിനെ കൂടുതൽ ഇത്രയും നേരം നല്ല സുഖമായി വന്നിട്ട് നമ്മളതിനെ കുഴപ്പിക്കണ്ട. ഒരുമാതിരി ശാന്തമായി പഠിച്ചു വരുമ്പോൾ ഏതായാലും ആ ഭാഗ്യക്കേട് ഇപ്പം നമ്മുടെ ഒരു ഭാഗ്യക്കേടായിട്ട് തൽക്കാലം വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ശാന്തമായി നമുക്ക് ഒരു ധ്യാനാത്മകതയിൽ അതിൻ്റെ അർത്ഥം കിട്ടും. അതാണ് അതിൻ്റെ ഉചിതമായ വഴി. ഇതുവരെ അതങ്ങനെ സുഖമായി പോകുന്നതാണ്. ഈ ഞെക്കി പഠിപ്പിച്ചാൽ അതൊരു സുഖമുള്ള കാര്യമല്ല. സിസേറിയൻ നല്ലതല്ല. അതിൽ നല്ലത് സുഖപ്രസവം ഉണ്ടാകും. അവരവിടെ ഇരിക്കട്ടെ, ശല്യമൊന്നും വരാനില്ല. ഒരു ശ്ലോകമല്ലേ ഉള്ളൂ, ലെറ്റ് ഇറ്റ് ബി. തൽക്കാലം നമ്മുടെ തലയിൽ അത് വന്നില്ല എന്ന് വിചാരിക്കുക, അതവിടെ ഇരിക്കട്ടെ. അതുകൊണ്ടായിരിക്കും അത് ചൊല്ലിയപ്പോഴും ഒരെണ്ണം വിട്ടിരുന്നത് ഇല്ലേ? യാദൃച്ഛികമായിട്ടാണെങ്കിലും ചൊല്ലിയപ്പോഴും ഞാൻ വിട്ടുപോയിരുന്നു. അതുകൊണ്ടത് എനിക്ക് പറ്റിയതല്ലായിരിക്കണം, അവിടെ ഇരിക്കട്ടെ. ഭാഗ്യക്കേടല്ല ഭാഗ്യം. നമുക്ക് ഭാഗ്യക്കേടൊന്നുമില്ല, നമ്മൾ പൂർണ്ണ ഭാഗ്യത്തിലാണ്. ലെറ്റ് ഇറ്റ് ബി. മയ്യനന്തമഹംബോധൗ ആശ്ചര്യം ജീവവീചയ ഉദ്യന്തി ഘ്നന്തി ഖേലന്തി പ്രവിശന്തി സ്വഭാവതഃ മയ്യനന്തമഹംബോധൗ
ആശ്ചര്യം ജീവബീജയ ഉദ്യന്തി ഘ്നന്തി ഖേലന്തി പ്രവിശന്തി സ്വഭാവതഃ. ആശ്ചര്യം, ആശ്ചര്യം. അനന്ത മഹാംബോധൗ, അനന്തപാരാവാരമാകുന്ന മയ്യനിൽ ജീവവീചയ, ജീവന്മാരാകുന്ന അലകൾ സ്വഭാവതഃ, താനേ തന്നെ, സ്വാഭാവികമായി, സ്വാഭാവികമായി ഉദ്യന്തി, ഉയരുന്നു, ഘ്നന്തി, താഴുന്നു, ഖേലന്തി, ആടുന്നു, പ്രവിശന്തി, ഒടുങ്ങുന്നു. അനന്തപാരാവാരമാകുന്ന എന്നിൽ ജീവന്മാരാകുന്ന അലമാലകൾ താനേ ഉയരുന്നു, താഴുന്നു, ആടുന്നു, ഒടുങ്ങുന്നു. അപ്പോ മുമ്പത്തത് ശരിയാണ്. അപ്പൊ ക്ലിയറാണ്. അതെ, ഇപ്പോ ആ സത്യത്തിലേക്ക് അടുത്തു വന്നപ്പോൾ ആശ്ചര്യം കൊണ്ട്, അതായത് തന്റെ കപ്പൽ കാറ്റത്തിളകി ആടിയിട്ടും ഭാഗ്യദോഷം കൊണ്ട് തകർന്നു. കപ്പൽ തകർന്നു. ആ തകർന്ന കപ്പൽ വന്നപ്പോൾ അനന്തപാരാവാരമാകുന്ന എന്നിൽ തന്നെ, എന്നിലാണ് ഈ കപ്പൽ, എന്നിൽ തന്നെയാണ് ജീവന്മാരാകുന്ന അലകൾ. അവ താനേ തന്നെ സ്വാഭാവികമായി ഉയരുക, അവ താഴുക, വീണ്ടും ആടുക, വീണ്ടും ഒടുങ്ങുക. ഇതിങ്ങനെ സംഭവിക്കുന്നു. അപ്പം സത്യം കണ്ടു, പക്ഷേ ജീവഭാവം തന്നിൽ തന്നെ പൊന്തുകയും മറിയുകയും ഒക്കെ ചെയ്യുകയാണ്. ഇപ്പോഴാണ് ശിഷ്യ പരീക്ഷണത്തിന് അഷ്ടാവക്രൻ തുനിയുന്നത്. നോക്കാം. എത്രയായി സമയം നോക്കിയേ? 3 നോക്കാം. ഏതായാലും ഒന്ന് പരീക്ഷിച്ച് തുടങ്ങാം. തിരിയല, ഞാൻ ഓടിക്കാവോന്നോ നോക്കി, അങ്ങനെയും തിരിയല. അതുകൊണ്ട് പയ്യെ പോയാൽ മതി. രണ്ടൊന്ന് നോക്കായത് സാരമില്ല. ഏതായാലും പയ്യപ്പം ഇവരേതായാലും അടുത്തോണേ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, ധൃതി കൂട്ടാനില്ല. അഷ്ടാവക്ര ഉവാചാം, അഷ്ടാവക്രൻ പറഞ്ഞു. നോക്കാം. അവിനാശിനമാത്മാനം ഏകം വിജ്ഞായ തത്വതഃ തവാത്മജ്ഞസ്യ ധീരസ്യ കഥമർത്ഥജനേരതി. അവിനാശിനമാത്മാനം ഏകം വിജ്ഞായ തത്വതഃ തവാത്മജ്ഞസ്യ ധീരസ്യ കഥമർത്ഥർജനേരതി. ആത്മാനം തത്വതഃ അവിനാശിനമേകം വിജ്ഞായ ആത്മജ്ഞസ്യ തവ കഥം അർത്ഥാർജനേ രതിഹി അസ്തി. ആത്മാനം തത്വതഃ, ആത്മാവിനെ അതിന്റെ ശരിയായ രൂപത്തിൽ, അവിനാശിനം നശിക്കാത്തവനും ഏകനും എന്ന് വിജ്ഞായ അറിഞ്ഞിട്ട്, ആത്മജ്ഞസ്യ ആത്മജ്ഞനും ധീരനും വിവേകിയും ആയ നിനക്ക് തവ കഥം എന്തുകൊണ്ട് അർത്ഥാർജനത്തിൽ ധനസമ്പാദനത്തിൽ രതിഹി അസ്തി, നിനക്കെന്തുകൊണ്ടാണ് ധനം സമ്പാദിക്കാൻ രതിയുണ്ടാകുന്നത്, ആശയുണ്ടാകുന്നത്? അപ്പൊ അവിനാശിയാണ്, ഏകമാണ് എന്ന ആത്മാവിനെ നീ ശരിക്കറിഞ്ഞു. നീ ആത്മജ്ഞനാണ്, വിവേകിയാണ്. എന്നിട്ട് നിനക്ക് ധനസമ്പാദനത്തിനുള്ള ആശയുണ്ടാകുന്നുവല്ലോ, അതെന്താണ്? പരീക്ഷണത്തിന് ചോദിക്കുകയാണ്. അപ്പോ
ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ, ആത്മബോധമുണ്ടായിക്കഴിഞ്ഞാൽ ധനസമ്പാദനത്തിനുള്ള ആശ പോലും ഉണ്ടാവില്ല എന്ന് ശ്രുതികൾ പറയുന്നുണ്ട്. മോക്ഷത്തിന് ആശ പോലും പറ്റില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതിനെ വെച്ചിട്ടാ ചോദ്യം. ഏറ്റവും നല്ല തലങ്ങളിലാ ചോദ്യം വരുന്നത്. ഇത് കൈവല്യം, ബൃഹദാരണ്യകം. ബൃഹദാരണ്യകത്തിലാണ് യാജ്ഞവൽക്യനും മൈത്രേയിയും തമ്മിലുള്ള സംഭാഷണം. ഇതെല്ലാം ഒരു കൂട്ടിയ യാജ്ഞവൽക്യൻ യാജ്ഞവൽക്യൻ 2 ഭാര്യമാരായിരുന്നു, കാത്യായനി, മൈത്രേയി. മൈത്രേയി. അവസാനം 2 പേരെയും വിളിച്ചു. നിങ്ങൾ തമ്മിലുള്ള സപത്നീ ബന്ധം ഇന്ന് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞു. യാജ്ഞവൽക്യനോടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല, വൈദികീ ശ്രുതി അനുസരിച്ച്. ഞാൻ വനത്തിലേക്ക് പോകാൻ പോവാണ്. പോയി കഴിയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം തീർന്നു, അതുകൊണ്ടുള്ളതെല്ലാം പങ്കുവച്ചു തരാൻ പോവാണ്. അതിന് മൈത്രേയി ചോദിച്ചു തോന്നേ ഉള്ളൂ, അങ്ങ് ഈ തരുന്നത് കൊണ്ടൊക്കെ അമൃതത്വം കിട്ടുമോ? അതറിഞ്ഞിട്ട് മതി എന്നാണ്. തനിക്ക് വേണ്ടത് അമൃതത്വമാണ്. അതാണ് തന്നോടുള്ള പ്രതിജ്ഞ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സാരിയും ബ്ലൗസും ഒക്കെ താൻ മേടിച്ചു തരണമെന്നില്ല, അതിന് മേടിക്കാനൊക്കെ തൽക്കാലമുള്ള ചില്ലറ എൻ്റെ കയ്യിലും ഉണ്ടാവും. ഇന്ന് ഞാനും തന്നെ പോലെ പണിയെടുത്തൊക്കെ ജീവിക്കുന്ന. സാരി വാങ്ങിച്ചു തരും, ബ്ലൗസ് വാങ്ങിച്ചു തരും, കുറച്ച് സ്വത്തും സമ്പാദിച്ചു തരും, അത്യാവശ്യം വേണമെങ്കിൽ 4-5 പിള്ളേരെയും സമ്പാദിച്ചു തരും. പക്ഷെ എനിക്ക് അമൃതത്വം തരാൻ തനിക്ക് കഴിയുമോ? ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതുപോലെ യാജ്ഞവൽക്യനോട് വളരെ സൗമ്യമായിട്ട് ചോദിച്ചു, അമൃതത്വം ഉണ്ടാകുമോ ഇതുകൊണ്ട്? അമൃതത്വസ്യ നാശാസ്തി വിത്തേന ഇതി. വിത്തം കൊണ്ട് അമൃതത്വത്തിനുള്ള ആശ പോലും ഉണ്ടാവില്ല എന്നവിടെ ഒരു വാക്കുണ്ട്. ബൃഹദാരണ്യകത്തിൽ അത് ശങ്കരൻ ഉദ്ധരിക്കുന്നുണ്ട്. അമൃതത്വസ്യ നാശാസ്തി വിത്തേനേത്യേവ ഹി ശ്രുതി. അത് തന്നെയാണ്. ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേനൈകീ അമൃതത്വമാനശ്വ എന്ന് വേറൊരിടത്തുമുണ്ട്. ഇതിനെയൊക്കെ അവലംബിച്ചുകൊണ്ടാണ് ജനകനോട് അഷ്ടാവക്രൻ ശിഷ്യപരീക്ഷണത്തിൽ ചോദ്യം ചോദിക്കുന്നത്. നിനക്ക് ധനാർജനത്തിനുള്ള രതി, താൽപ്പര്യം എങ്ങനുണ്ടായി? നീ ആത്മാവിനെ തിരിച്ചറിഞ്ഞുവെങ്കിൽ ധനാർജനത്തിന് രതി എങ്ങനെ? ശങ്കരൻ കുറെ കൂടെ വസ്തുനിഷ്ഠമായി പഠിപ്പിക്കും. മൂഢ ധനാഗമ തൃഷ്ണാം ജഹീഹി. മോഹമുദ്ഗരത്തിൽ ഇങ്ങനെ പല വാദങ്ങൾ കിടപ്പുണ്ട്. അഷ്ടാവക്രഗീതയിലെ വളരെ ഋജുവായിട്ടാണ് പറയുന്നത്. അത് നമുക്ക് നോക്കാം. അതിൽ ശിഷ്യ പരീക്ഷണയായുള്ളൂ. അവിടെ ശങ്കരൻ പറയുന്നിടത്ത് ധനം വലിച്ചെറിഞ്ഞതുകൊണ്ടുമായില്ല. ചിലതാ ചെയ്യുന്നത്. ഇത് കുറയാൻ പോയി ധനമാണ് എന്നെ കുഴപ്പത്തിലാക്കിയതെന്ന് കണ്ടെത്തും. വേണ്ടായിരുന്നു, ഈ പണിയൊന്നും വേണ്ടായിരുന്നു, കുണ്ടാമാണ്ടിയായി. ആദ്യം വീടും പിള്ളേരെയൊക്കെ നോക്കും.
അതെല്ലാം വലിച്ചു വെക്കും. അവസാനം അവിടെ സ്വൈര്യം കെടും. ഭാര്യ, പിള്ളേര്, വീട് മടുപ്പാവും. അവസാനം പെൻഷൻ കാലത്ത് ഉള്ള കാശെല്ലാം കൂടെ സമാഹരിച്ചെടുത്ത് ഗംഭീരമായിട്ടൊരു വീടുമൊക്കെ വെച്ച് പിള്ളേരൊക്കെ കയറി താമസിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കും ഈ പൈസ ഇതുമെല്ലാം ശല്യമാണ്. ഇതെല്ലാം പിള്ളേരുടെയും ഭാര്യയുടെയും കൂടെ പേര് കഴുകി കൊടുത്ത് ഇനി ആത്മീയതയാണ് എന്ന് പറഞ്ഞിറങ്ങും. ആദ്യം മുട്ടുവരെ മുട്ടുവരെ കാവ്യാവും, മുകളിലൊരു ഷർട്ടുമൊക്കെ ഇട്ട്. പിന്നെ പതുക്കെ പതുക്കെ ഭാഗവതമൊക്കെ വായിച്ച് രാമായണമൊക്കെ വായിച്ച് ഒരു ദിവസം ഇതങ്ങ് പോയി കഴുത്തുവരെയാവും. ആളുകൾ മുട്ടുവരെ ആകുമ്പോഴേ സ്വാമി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങും. ആളുകൾ വിളിച്ച് മടുപ്പാകുമ്പോൾ തീരുമാനിക്കും. കാരണം ഏതായാലും ആളുകൾ വിളിക്കുകയാണ്, ഇനിയിപ്പോൾ ഇതായിട്ട് കാര്യമില്ല, ഒരു ഷർട്ടും കൂടെ ഇങ്ങനെ തന്നെ അങ്ങ് തയ്പ്പിച്ചേക്കാൻ തീരും. അപ്പോൾ പിന്നെ കഴുത്തുവരെയാവും. അങ്ങനെ ആകുമ്പോൾ തീരുമാനിക്കും ഇങ്ങനെയൊക്കെ നടന്നാൽ പോരല്ലോ, ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കണം. ആത്മബോധത്തിൻ്റെ ഈ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കണം. അപ്പം കുറച്ച് പൈസയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. അപ്പോൾ അതിനിടയ്ക്ക് കുറേ ആളുകൾ ആശ്രമത്തിൻ്റെ ജന്മദിനാഘോഷങ്ങളൊക്കെ ആകുമ്പം പക്വതന്മാരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് പൈസയായിട്ട് എത്തുകയും ചെയ്യും. അവസാനം സ്വാമി കഞ്ഞി പിടിച്ചില്ലെങ്കിൽ ഞങ്ങളും കൂടെ അരി മേടിച്ചുകൊണ്ടിരാൻ കഞ്ഞി വയ്ക്കാമെന്ന് പറഞ്ഞ് കഞ്ഞിയും വെച്ച് സ്വാമി എങ്ങനെ ഇവിടെ കഞ്ഞി വെക്കുന്ന, നമുക്കൊരു ചെറിയ മുറി വേണ്ടേ, അതിലൊരുത്തൻ മുറി പണിയും. ഇങ്ങനെ പതുക്കെ കഞ്ഞി വെപ്പും കുടിയും കാര്യവും ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം വരവും ഒക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു ലാട്രിൻ എവിടെ ഒരു ഇത് കൂടെ പണിയാവും. അപ്പോഴേക്ക് ആളുകളൊക്കെ വരാൻ തുടങ്ങും. ഒരുമാതിരി കേമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കമ്മിറ്റി വേണമെന്നാവും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് രാവിലെ ഗണപതി ഹോമം, ഭഗവതി സേവയൊക്കെ ആവും. പിന്നെ ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ ഇത് വീട്ടിലിരുന്നതിനേക്കാൾ കഷ്ടമാവും. അപ്പോഴാണ് പറയുന്നത് ഇപ്പൊ പണ്ടത്തതിന്റെ പിന്നത്തതായി, വയ്യ വേലിയായി. പിന്നെ ഇത് ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്താൽ മതി. മനസ്സിലായില്ല? ഇതിനിടയിലാണെങ്കിൽ കാരണം ഗൃഹസ്ഥന്മാരുടെ കൂട്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു, അനുഭവിക്കാൻ പിള്ളേരില്ല. മിക്ക ആളുകളുടെയും ഗതിയാണിത്. പിള്ളേരില്ലാതെ വരുമ്പോഴാണ് ഉരുളി കമഴ്ത്തുക. ഇങ്ങനെയൊക്കെ പരിപാടി പോലെ ശിഷ്യന്മാരുണ്ടാകാൻ ഈ യാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുണ്ട്, കളിയായിട്ട് പറഞ്ഞതല്ല. ശിഷ്യന്മാരെ കാത്തിരുന്ന് വന്നില്ലെങ്കിൽ ചില യാഗങ്ങളൊക്കെ ഉണ്ട്, ചെയ്താൽ ശിഷ്യന്മാരുണ്ടാവും. ഈ ശിഷ്യനുണ്ടായില്ലേ ഇതിലും വലിയ കഷ്ടമാണ്. ഈ ആശ്രമം ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണ്ടേ? അറിയാവുന്ന ഈ വിദ്യയൊക്കെ ആർക്കെങ്കിലും കൊടുക്കണ്ടേ? കാരണം ഈ വിദ്യ എന്ന് പറയുന്നൊരു സാധനം കയ്യിൽ സമ്പാദ്യമായിട്ടിരിക്കുകയാണ്. ഇത് വേറൊരുത്തനെ ഏൽപ്പിച്ചിട്ട് വേണം ശരീരം വിടാൻ. അത്തരം ഉപാസനകളൊക്കെയാണ്. അതുകൊണ്ട് വളരെ ദുഃഖമുണ്ടാവും. മറിച്ച് ഈ ലോകമൊക്കെ വിട്ടാണ് ജീവിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതൊന്നും ഇല്ലാതെ അങ്ങ് പോകാൻ പറ്റുള്ളൂ. അല്ലേ പോകാൻ പറ്റില്ല. കയ്യിലെ സാധനമൊക്കെ ഒരുപാട് സാധന സാമഗ്രികളല്ലേ. മാത്രമല്ല കാണുന്നവർ ചോദിക്കില്ലേ ഇങ്ങനെ പോയാൽ എങ്ങനെയാ 10-40 ആയില്ലേ, ഈ സ്വത്തൊക്കെ ഒരുപാടില്ലേ, ഇതൊക്കെ ആരെങ്കിലും പിള്ളേരെ ഏൽപ്പിക്കണ്ടേ? അതുകൊണ്ട് കല്യാണം കഴിക്കണ്ടേ? എല്ലാവരും കൂടെ കൂടി പിടിച്ച് എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കും. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അവർ. വേറെ ഒന്നും വേണ്ട, നിങ്ങളും കല്യാണം കഴിച്ചാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നാണ് ചേട്ടനും അനിയനും അച്ഛനും അമ്മാവനും നാട്ടുകാരും ഒക്കെ കൂടി പറയുന്നത്. ഇവർ നോക്കി അവസാനം ഇവൻ വെള്ളത്തിലായെന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ആശ്രമം. തുടങ്ങിയൊക്കെ കഴിയുമ്പോൾ ആശ്രമമുണ്ട്, കൊട്ടാരമുണ്ട്, കെട്ടിടമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നോക്കി നടത്താൻ പറ്റിയൊരു കുഞ്ഞിക്കാല് കാണണ്ടേ? പിന്നെ ഉണ്ടാകുന്നത് മിക്കവാറും ഒക്കെ ചാവിള്ളയായിരിക്കും. അല്ലെങ്കിൽ അതെല്ലാം എന്തെങ്കിലും ചട്ടോ പൊട്ടോ ഒക്കെ ഉള്ളതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കൊണ്ടുപോകും എന്നൊക്കെ തോന്നുന്നതിനെ കണ്ടു കിട്ടണ്ടേ? വലിയ പാടാണിത്. അതിനേക്കാൾ കഷ്ടമായതൊക്കെ. അതുകൊണ്ട് ഈ മോക്ഷം വരാനിരിക്കുന്നതാണെന്ന് വിചാരിച്ചാൽ ആകെ പോയി. അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഇനി ആരെയെങ്കിലും പിടിച്ചു തന്നേൽപ്പിച്ച് ഈ തല ഊരിയാൽ മതി. ഇങ്ങനെ ധരിക്കുന്ന തലത്തിൽ ധനം ആണി കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് എന്ന് തോന്നും. ആളുകളെ കണ്ടാലും അതെ. പണ്ട് വർത്തമാനം പറയാൻ നേരം ഉണ്ടായിരുന്നു. എൻ്റെ മകൻ നല്ലവനായിരുന്നു, നല്ല പഠിക്കുമായിരുന്നു, വീട്ടിലെ പണിയൊക്കെ ചെയ്യുമായിരുന്നു, അടുക്കളയെ വന്ന് സഹായിക്കുമായിരുന്നു, പറമ്പിൽ പോകുമായിരുന്നു, ഇതൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അവന് വല്ലാത്ത തിരക്കാണ്. ഓഫീസിലിരിക്കാൻ നേരമില്ല, കാശായി. ഇപ്പൊ എന്നെ കാണാൻ നേരമില്ല, നടക്കാൻ നേരമില്ല. പൈസ വന്നുകൊണ്ടാണ്. പൈസ വന്നപ്പോഴേ തീരുമാനിച്ചു പോക്കാണ്.
എൻ്റെ വീട്ടിൽ ഒന്ന് കഞ്ഞി കുടിച്ചിട്ടുള്ള സ്വാമിയാണ്. ഞങ്ങളുടെ വീട്ടിലൊരു പായ കിടന്നിട്ടുള്ളതാണ്. ഞങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ കൂടെ വട്ടത്തിരുന്ന് കട്ടൻ കാപ്പിയും കപ്പയും കൂടെ എത്ര പ്രാവശ്യം തിന്നോന്നറിയോ? ഇപ്പൊ കാണാൻ കിട്ടുന്നില്ല. ഇപ്പൊ വലിയ വലിയ ആൾക്കാരുടെ കൂടെയാണ്. ഇപ്പൊ വീട്ടിലോട്ടൊന്നും വരാൻ നേരമില്ല. ഇപ്പൊ പ്ലിമത്ത് ഒക്കെ കാറിലാണ് സഞ്ചരിക്കുന്നത്. എങ്ങുമില്ല. വലിയ വലിയ ആളുകളാണ് ചുറ്റും നിൽക്കുന്നത്. അങ്ങോട്ടൊന്നും ചെല്ലാൻ പറ്റുകയില്ല. കാശ് വരുത്തി വെച്ച പിന്നെ സർവത്ര കാശ്. ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ ലോകത്തിനുണ്ട്. am I right? ശരിയാണ്. ഇപ്പൊ ഇവിടെയൊക്കെ കുറ്റമാർക്കാം. പൈസയ്ക്ക്, ധനത്തിനാ കുറ്റം. ഇയാൾക്ക് യാതൊരു കുറ്റമില്ല. ഇയാളുടെ കാമമൊന്നുമല്ല. ഏതിന്റെ കുറ്റമാണ്? പൈസയുടെ കുറ്റം. ഇനി പൈസ ആ സ്റ്റേജിലൊന്ന് വലിച്ചു നോക്കിയേ. എരപ്പാളി വർദ്ധകനായാലും വർദ്ധകൻ എരപ്പാളിയായാലും 7 തലമുറയ്ക്ക് ആ സ്വഭാവം നിൽക്കും. മനസ്സിലായില്ല? പൈസയൊന്നും ഇല്ലാതായാലും ആളുകളുടെ മുമ്പിൽ ഉള്ള പോലൊക്കെ നടിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അവിടെ എത്തിയാൽ നിങ്ങളുടെ ഇടയിലെ വർദ്ധകന്മാരെ നോക്കിയാൽ മതി. പൊളിഞ്ഞാലും ശരി, 4 സ്ഥലത്തുനിന്ന് കടം മേടിച്ചെങ്കിലും ആളുകളുടെ മുമ്പിലൊക്കെ മേനിയായിട്ടൊക്കെ പോകും. ഉള്ളപ്പോൾ ഉടുക്കുന്നതിനൊക്കെ കൂടി കൊടുക്കും. ഒരു വണ്ടിയും കൂടെ ലോണിലെടുക്കും. മെല്ലെ ഓടിച്ചു നടക്കും. കാരണം എന്താ വെച്ചാൽ ഒന്നും പോയിട്ടില്ല എന്ന് കാണിക്കുക. എന്നാലേ 50 രൂപ കടവെങ്കിലും മേടിക്കാൻ പറ്റൂ. ശരിയല്ല? അപ്പോൾ പണമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, പണത്തോടുള്ള സമീപനം. ശങ്കരൻ ഇതുകൊണ്ട് പറയും, മൂഢാ ധനാഗമ തൃഷ്ണാം ജഹി. ധനാഗമനത്തിനുള്ള തൃഷ്ണയാണ് ഉപേക്ഷിക്കേണ്ടത്. ധനം വലിച്ചെറിഞ്ഞാലും തൃഷ്ണ പോവില്ല. കാരണം ചിലർ ദാനം കൊടുക്കും, തൃഷ്ണ പോകാതെ ദാനം കൊടുക്കും. പേന, കുട, വടി ഒക്കെ ദാനം കൊടുക്കും. ദാനം കൊടുത്തു കഴിഞ്ഞാൽ അത് ദാനം കൊടുത്തതാണ് എന്ന ബോധം നിൽക്കും. മനസ്സിലായി? അത് ദാനമല്ല. ചിലർ ദാനം കൊടുത്താൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കും, ഞാൻ തന്ന ആ സാധനം എങ്ങനെയുണ്ടെന്ന്. 4 പേരുടെ മുമ്പിൽ ചോദിക്കുമ്പോൾ ഒരുമാതിരി നാണക്കേട് പോകും. ശരിയല്ല? ഇതെന്റെ കുട തന്നെയല്ലേ? ദാനമല്ല. ദാനത്തിന് തന്നെ, ദാനത്തിന്റെ നിർവചനം തന്നെ അതല്ല. സ്വസ്വത്വ നിവൃത്തി, പരസ്വത്വാപാദനം ദാനം. എപ്പോഴാണോ സ്വന്തം സ്വത്വം വസ്തുവിൽ നിന്ന് നിവർത്തിക്കുന്നത്, എന്നിട്ട് മാത്രമേ പരസ്വത്വത്തെ അതിൽ നിക്ഷേപിക്കാവൂ. കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കയ്യിലെടുത്ത് പിടിച്ച് അതിനാ മന്ത്രം ചൊല്ലുന്നത്. ദാനത്തിൽ മന്ത്രമുണ്ട്. കയ്യിലെടുത്ത് പിടിച്ച് മന്ത്രം ചൊല്ലി ഇതിന്മേലുള്ള എൻ്റെ എല്ലാ അവകാശങ്ങളും എൻ്റെ അധികാരങ്ങളും ഇതിലുള്ള എൻ്റെ സൂക്ഷ്മമായ മനസ്സിന്റെ മോഹവും ഞാനിതിൽ നിന്ന് പറിച്ചെടുത്ത് ഈ വസ്തു സ്വതന്ത്രമായി ഇതിൽ നിന്റെ അധികാരവും നിന്റെ അവകാശവും എല്ലാം ചാർത്തിത്തരുന്നു. ഇതാണ് ദാനം. അപ്പോഴേ ദാനാവും. അല്പം മനസ്സതിൽ പിടിച്ചു നിൽപ്പുണ്ടെങ്കിൽ ദാനമല്ല. മേടിക്കുകയും ചെയ്തത്. വസ്തുവിന്റെ കൂടെ ഒരു മനസ്സ് പോന്നിട്ടുണ്ടെങ്കിൽ ആ വസ്തു നമ്മളെ കൊല്ലും. അതുകൊണ്ട് പഴയ കാരണവന്മാരൊക്കെ പറയും, വണ്ടിയെ കയറുമ്പോൾ പോലും ഒരു മടിയോടെയാണ് ആ താക്കോലെടുത്ത് തരുന്നതെങ്കിൽ കാരണവന്മാർ പറയും, നീ പോണ്ട, വീട്ടിൽ പോയി പോണ്ട, കാരണം അതിലിടിക്കും. ആ വണ്ടിയിൽ അവന്റെ സൂക്ഷ്മ മനസ്സിരിപ്പുണ്ട്. ഒരു പിച്ചാത്തി അയൽവക്കത്ത് പോയി മേടിക്കുമ്പോൾ പഴയ ആൾക്കാരാണെങ്കിൽ നോക്കുക ആ കണ്ണുകളിലേക്ക്. കപ്പക്കത്തിയൊക്കെ മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് നോക്കും. കാരണം കപ്പയരിയാനായതുകൊണ്ട് സ്പീഡിലരിയും, ചിലപ്പോൾ അവൻ്റെ വിരലൂടെ അരിഞ്ഞു പോകും. അതുകൊണ്ട് അത് മേടിക്കുമ്പോൾ നോക്കും, തൃപ്തിയോടെയാണോ തന്നെ. ഇപ്പൊ ചെന്നു മേടിച്ചു, ചോദിച്ചു, ഇവിടെ കപ്പക്കത്തിയൊന്നും ഇരിപ്പില്ല. എപ്പോഴും ഇങ്ങോട്ട് വന്നാൽ
വേണ്ടാന്ന് വെച്ച് നടന്നു. വാ, ഉടനെ അങ്ങോട്ട് പോവാ. ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ ഇനി അവിടെ ചെന്ന് അവളോട് പറഞ്ഞേക്കണം ഇവിടെ തരികയില്ലെന്ന് പറഞ്ഞു. കൊണ്ടുപോകും. ഇവനവിടെ കൊണ്ടുചെല്ലുമ്പം അവിടെ ഇരിക്കുന്ന ആൾ മിടുക്കരാണെ ചോദിക്കും, എങ്ങനെയാ കുഞ്ഞാ തന്നേ? കുഴപ്പമില്ല, ഇങ്ങനെയൊന്ന് പറഞ്ഞായിരുന്നു. അതെടുത്ത് അരിയണ്ട, ഇവിടെ വെച്ചേക്കൂ, അരിഞ്ഞു എന്നൊക്കെ പറഞ്ഞേക്കും, ഞാൻ പണി ഉണ്ടാക്കിക്കോളാം. എന്നിട്ട് ശുദ്ധനായ കാരണവർ വേറെ കത്തി കൊണ്ടൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് അവസാനം 2 കപ്പ എടുത്ത് അയാൾ തന്നെ അതിങ്ങനെ വരഞ്ഞിട്ട് അതിൽ ആ കപ്പയുടെ ഒരല്പം പശയും വെച്ച് നേരെ കൊണ്ട് കുടുംബം അരിഞ്ഞു എന്ന് വരുത്തി. വെറുപ്പില്ല. അത്ര കണ്ട് മനസ്സിനെ പണ്ട് കാരണവന്മാർ നോക്കിയിരുന്നു. ഓർമ്മയുള്ള ഏതെങ്കിലും പ്രായമായവർ ഒന്ന് കൈപൊക്കിയാൽ, പണ്ട് ഇങ്ങനെ ജീവിതം കണ്ടിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ തൊടുപുഴയുണ്ടെങ്കിൽ, ശരിയാണ്, മേടിച്ചു അത് ഉപയോഗിച്ചു എന്ന് വരുത്തണം. ഉപയോഗിക്കരുത്. കാരണം അതിൽ ധർമ്മം കൂടെയില്ല. എല്ലാ ദാനവും സ്വസ്വത്വത്തെ നിവർത്തിച്ചിട്ട് വേണം. എന്തെടുത്തു കൊടുത്താലും പരസ്വത്വത്തെ അതിൽ നിക്ഷേപിക്കണം. ദാനനിർവചനമാണത്. സ്വസ്വത്വ നിവൃത്തി, പരസ്വത്വാപാദനം, ദാനം. ഒരുപാട് ആളുകൾ പരിപൂർണമായി ചെയ്യുന്നുണ്ട്. പറ്റും എന്നുള്ളത് തീർച്ചയാണ്. കൊടുക്കാൻ മനസ്സില്ല എന്ന് പറയുന്നത് നമുക്ക് സമ്മതമാണ്. പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ല. ഇല്ലെങ്കിൽ ഇങ്ങനൊരു ശാസ്ത്രം തന്നെ വരികയില്ല. പറ്റും എന്നുള്ളത് തീർച്ചയാണ്. സാധാരണക്കാർ പറ്റുന്നവരാണ്. ലോകത്തിൽ ഇന്ന് 50% വരുന്ന ജനങ്ങൾ ഇന്നും ഇവിടെ വന്നു വാങ്ങണേ, എന്നോട് ചോദിക്കണേ, എന്നെ മറന്നുപോകരുതേ, ഞാൻ വരാമല്ലോ, എത്ര നിന്ദിച്ചാലും അങ്ങനെ പറയുന്നൊരു ജനത ഇന്നുമുണ്ട്. റൈറ്റ്? നിങ്ങളുടെ നിയമങ്ങളും നിങ്ങളുടെ യൂണിയനുകളും നിങ്ങളുടെ മൂവ്മെന്റുകളും നിങ്ങളുടെ ആശ്രമങ്ങളും നിങ്ങളുടെ മതങ്ങളും നിങ്ങളുടെ ജാതികളും നിങ്ങളുടെ വർഗങ്ങളും സംഘടനകളുമൊക്കെ ഭൗതികമായി ഉണ്ടാക്കിയ അറിവിനപ്പുറം ഒരു ജനത ഇന്നും ഇതൊന്നുമില്ലാതെ പൂർണ്ണമായ മനസ്സോടെ ഉണ്ട്. അവരുടെയൊക്കെ സഹായങ്ങൾ നിങ്ങളും ഞാനും എന്നും വാങ്ങുന്നുമുണ്ട്. അത് വാങ്ങിയിട്ടും തിരിച്ചറിയാത്ത നമ്മൾ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുന്നുമുണ്ട്. അതിന് ശങ്കയൊന്നുമില്ല. പക്ഷെ ജനത ഇന്നുമുണ്ട്. ആ സംസ്കൃതി കൂടിയാണിത്. വളരെ സ്പഷ്ടമായി ജീവിതത്തിന്റെ എല്ലാ രംഗത്തും മനസ്സിനെ മാത്രം നോക്കുന്ന, വേറൊന്നിനെ നോക്കാത്ത, ഒരു കാര്യം തരാൻ മടിയുണ്ടെന്ന് തോന്നിയാൽ അതെടുക്കാൻ പോവുകയാണെങ്കിൽ കൂടെ ചെന്ന് അയ്യോ ഞാൻ ഇപ്പോഴാ ഓർത്തേ, മറ്റേ ആള് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, ഞാനിപ്പം വരാം, അത് കിട്ടിയില്ലെങ്കിൽ ഞാനിങ്ങ് വരാം, അതാ നല്ലത്, മറ്റേ ആളും പറഞ്ഞ അതാ നല്ലത്, പിണങ്ങാതെ. വേറെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, മനസ്സില്ലാതെ അത് വേണ്ട. അച്ഛന്റെ സ്വത്തായാലും അമ്മയുടെ സ്വത്തായാലും മക്കളുടെ സ്വത്തായാലും അമ്മയുടെ നായരുടെ സ്വത്തായാലും അതൊക്കെ പൂർണ്ണതൃപ്തിയോടുകൂടി തന്നെ വേണം എന്ന് നിർബന്ധമുള്ള ഒരു ജനത എന്നുമുണ്ട്. ക്ലിയറാണ്? അതുകൊണ്ട് ശങ്കരൻ അവിടെയൊക്കെ പറഞ്ഞ തൃഷ്ണ എന്നാണ്. മൂഢ ധനാഗമ തൃഷ്ണാം ജഹീഹി. ധനെറിഞ്ഞുകൊണ്ടായില്ല. ധനാഗമനത്തിനുള്ള തൃഷ്ണയാ കുഴപ്പം, ധനമല്ല. തൃഷ്ണ കൊണ്ടാ കൊല്ലുന്നത്. ഭർതൃഹരി അത് പറയുന്നുണ്ട് ഭംഗിയായിട്ട്. ഭർതൃഹരി കൊട്ടാരത്തിലായിരുന്നു.
ഗംഭീരമായ കൊട്ടാരത്തിലാണ്. രാജപദവിയൊക്കെ ഉപേക്ഷിച്ചു, തീരുമാനിച്ചു മതി, മടുത്തു. അദ്ദേഹം കൊട്ടാരമൊക്കെ വിട്ട് വനത്തിലേക്ക് പോയി. വനത്തിൽ പോയിരിക്കുമ്പോഴാണ് ഒരു നല്ല തിളങ്ങുന്ന രത്നം, നല്ല രത്നം കിടക്കുന്നു. ഒരു മരത്തിൻ്റെ ചോട്ട് നിൽക്കുമ്പോൾ റോഡിൽ തന്നെ, റോഡെന്ന് പറഞ്ഞാൽ വനത്തിലെ റോഡ്, വനത്തിലെ പാത, കാട്ടുപാതയിൽ രത്നം കിടക്കും, നല്ല വെട്ടി തിളങ്ങുന്ന രത്നം. ആദ്യം ഓടിപ്പോനാ പോയതെടുക്കാൻ. അങ്ങോട്ട് 2 ചുവട് വെച്ച് പുറത്തു പോകും. പൊട്ടനായൻ. രത്നങ്ങളുടെ കലവറയാണ് കൊട്ടാരം. അത് വലിച്ചെറിഞ്ഞു വന്നിട്ട് ഇത് വെറുക്കാൻ പോവാണ്. മോശം. ഏതായാലും ഇവിടെ ഇരിക്കാമെന്ന് കരുതി തണലത്തിരുന്നു. അപ്പൊ 2 കുമാരന്മാർ വരികയാണ്. രാജകുമാരന്മാരാ, ചേട്ടനോ അന്യനോ. ഒരാൾ മുമ്പിൽ, ഒരാൾ പുറകിൽ. അവരിതിനടുക്കലെത്തിയോ പുറകിലത്തെ ആൾ വിളിച്ചു പറഞ്ഞു അവിടെ രത്നം കിടക്കുന്നു എന്ന് പറഞ്ഞു. മുമ്പിലത്തെ ആൾ കണ്ടില്ല, അയാൾ ഇതിന്റെ തൊട്ട് മുമ്പിലെത്തി. മറ്റേ ആൾ കുറച്ച് അകലെയാണ്. വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവൻ ചാടി ഇറങ്ങി ഇതെടുത്തു. മറ്റവൻ വന്നിട്ട് പറഞ്ഞു ഞാനാണ് ആദ്യം കണ്ടത്, നീ കടന്നതാണ്, എന്റെയാണ്. ഞാനാണ് എടുത്തത്, നീ കണ്ടിട്ടെന്താ കാര്യം, എന്റെയാണ്. വാക്കേറ്റമായി, വാക്കേറ്റം മൂത്തു. 2 പേരും അന്യോന്യം വാള് നെഞ്ചിൽ കയറ്റി. ഒരുത്തൻ അങ്ങോട്ടും മറിഞ്ഞു വീണു, ഒരുത്തൻ ഇങ്ങോട്ടും മറിഞ്ഞു വീണു വാളോട്. മറ്റവന്റെ കയ്യിൽ നിന്ന് രക്തത്തോടുകൂടി രത്നം നടുക്കുന്നു. ഭർതൃഹരി ആലോചിച്ചു, രത്നം ഇവർ വരുന്നതിന് മുമ്പ് അവിടെ കിടന്നാണ്, രത്നം ഇപ്പോഴും അവിടെ കിടക്കുന്നു, രത്നത്തിന് മാറ്റം വന്നിട്ടില്ല. 2 പേര് പോയി കിട്ടി. 2 പേര് പോയി കിട്ടി. ഇവരെ ആരാണ് കൊന്നത്? ഇവരെ ആരാണ് കൊന്നത്? രത്നം തൃഷ്ണ, ആഗ്രഹമാണ്. ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഈ തൃഷ്ണയാണ്. ഇത് നമ്മൾ ആദ്യം കണ്ടതാണ് 1-ാം ഭാഗത്ത്. അതിലേക്ക് വരുമാറ് ഭംഗിയായിട്ടാണ് ചോദ്യം. അർത്ഥാർജനത്തിൽ നിനക്കെന്താ രതി? വീണ്ടും ചോദിക്കാം, നോക്കാം. ആത്മജ്ഞാനാദഹോ പ്രീതി വിഷയഭ്രമഗോചരേ ശുക്തേരജ്ഞാനതോ ലോഭോ യഥാ രജത വിഭ്രമേ അഹോ യഥാ ശുക്തേ അജ്ഞാനത രജത വിഭ്രമേ സതി ലോഭഃ ഭവതി തഥാ ആത്മജ്ഞാനാത് വിഷയഭ്രമഗോചരേ പ്രീതിഃ ഭവതി. അഹോ കഷ്ടം. എപ്രകാരമാണോ ശുക്തിയുടെ അറിവില്ലായ്മയാൽ, ശുക്തി മുത്തുച്ചിപ്പിയുടെ അറിവില്ലായ്മയാൽ രജതവിഭ്രമേ സതി, രജതഭ്രമം വെള്ളി ആണെന്നുള്ള ഭ്രമം ഉണ്ടാകുമ്പോൾ ലോഭഃ ഭവതി, ലോഭമുണ്ടാകുന്നു, ആഗ്രഹം ഉണ്ടാകുന്നു. തഥാ അപ്രകാരം ആത്മജ്ഞാനാത്, ആത്മജ്ഞാനമില്ലാത്തതിനാൽ വിഷയഭ്രമഗോചരേ, ഭ്രമനഷ്ടങ്ങളായ വിഷയങ്ങളിൽ പ്രീതിഃ ഭവതി, പ്രീതിയുണ്ടാകുന്നു. അതല്ലേ നിനക്കുണ്ടായത് എന്ന് ചോദിക്കാം. ഭോഗ്യതാബുദ്ധി മേ അതസ്മിൻ സദദ്ഗ്രഹ ലോഭഃ, പരദ്രവ്യത്തിനുള്ള ആഗ്രഹം, അതാണ് ലോഭം. പരദ്രവ്യത്തിന്, തൻ്റേതല്ലാത്ത വസ്തുക്കളിലുള്ള മോഹം. ആത്മാവിനെ അറിവില്ലായിക കൊണ്ടാണ് ഭ്രമനിഷ്ഠങ്ങളായ വിഷയങ്ങളിൽ ആസക്തി തോന്നുന്നത്. ഹാ കഷ്ടം. ജനകനെ പരീക്ഷിക്കാൻ ഒന്നാമത് നിനക്കെങ്ങനെയാ രതി എന്ന് ചോദിച്ചു. രണ്ടാമത് നീ പറഞ്ഞ ആത്മജ്ഞാനം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവില്ല. ആത്മജ്ഞാനമില്ലായ്മ കൊണ്ടാണ് ചിപ്പിയെ ചിപ്പിയെന്നറിയാതെ വെള്ളിയെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ്
അതിലാഗ്രഹം തോന്നിയത്. അതുപോലെ ആത്മജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് ജഗത്തിൽ ഭ്രമം വന്നത് എന്ന് പറയാം. വീണ്ടും അഷ്ടാവക്രം തന്നെ പറയാം. വിശ്വം സ്ഫുരതിയത്രേദം തരംഗമിവ സാഗരേ സോഹമസ്മീതി വിജ്ഞായ കിം ദീന ഇവ ധാവസി. സാഗരേ തരംഗമിവ യത്ര ഇദം വിശ്വം സ്ഫുരതി സഹ അഹമസ്മി ഇതി വിജ്ഞായ കിം ദീനഃ ഇവ ധാവസി. സാഗരത്തിൽ തരംഗങ്ങളെന്ന പോലെ എവിടെ നിന്ന് ഇതം വിശ്വം സ്ഫുരതി ആവിർഭവിക്കുന്നുവോ സഹ അത് അഹം ഞാൻ അസ്മി ആകുന്നു ഇതി എന്ന് വിജ്ഞായ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ദീനഃ ഇവ ധാവസി ദീനൻ എന്ന പോലെ ഓടുന്നു. നിന്റെ ഓട്ടം ദീനൻ എന്ന പോലെയാണ്. കാരണം ആഴിയിൽ അലയെന്ന പോലെ ഈ പ്രപഞ്ചം ആരിൽ ആവിർഭവിച്ചുവോ ആ ആത്മാവാണ് ഞാനെന്ന് അറിഞ്ഞിട്ടും ദീനൻ എന്ന പോലെ നീ ഓടുന്നു. എന്തിന്? നീ മനസ്സിലാക്കി ആത്മാവാണ് നീ, എന്നിട്ടും നീ എന്തിന് ദൃശ്യങ്ങളുടെ പിന്നാലെ ഓടണം ചോദിക്കാം. അപ്പൊ ഈ ചോദ്യങ്ങൾ വരുമ്പോഴാണ് മുമ്പ് പറഞ്ഞ കപ്പൽ പോയതിനെ പറ്റിയൊക്കെയുള്ള അത് അഭാഗ്യ എന്ന് പറഞ്ഞത് ശരിയാണ്. കുറച്ചുകൂടെ കാരണം തന്റെ ജീവഭേദത്തിന് വന്ന ആ ബുദ്ധിമുട്ട് ഓർത്ത് പറഞ്ഞത് എല്ലാം കണ്ടിട്ട് ശിഷ്യ പരീക്ഷണത്തിനുതകുമാറും ചോദിക്കുകയാണ്. നീ എന്തിനായി കൊണ്ടോടുന്നു? നീ മനസ്സിലാക്കിയ ആത്മാവാണിതെന്ന്, എന്നിട്ട് നീ എന്തിനാ ഓടുന്നേ? വീണ്ടും ശ്രുത്വാ വിശുദ്ധ ചൈതന്യം ആത്മാനമതിസുന്ദരം ഉപസ്ഥേത്യന്ത സംസക്തോ മാലിന്യമധിഗച്ഛതി. ശ്രുത്വാ വിശുദ്ധ ചൈതന്യം ആത്മാനമതിസുന്ദരം ഉപസ്ഥേത്യന്ത സംസക്തോ മാലിന്യമധിഗച്ഛതി. ആത്മാനം ശുദ്ധചൈതന്യം അതിസുന്ദരം ശ്രുത്വാപി ജനഃ കഥമുപസ്ഥേ അത്യന്ത സംസക്തഃ മാലിന്യമധിഗച്ഛതി. ആത്മാവിനെ ശുദ്ധചൈതന്യം അതിസുന്ദരം ശ്രുത്വാപി, ശുദ്ധചൈതന്യമെന്നും അതിസുന്ദരമെന്നും കേട്ടിട്ടും നീ ആത്മാവ് ശുദ്ധചൈതന്യമാണ്, അതിസുന്ദരമാണ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞു. ജനഃ കേട്ടിട്ടും, ജനഃ ഒരുവൻ, കഥം എങ്ങനെ, ഉപസ്ഥേ ജനനേന്ദ്രിയത്തിൽ അത്യന്ത സംസക്തഃ അത്യന്തമാസക്തനാകുന്നവൻ മാലിന്യം മലിനചിത്തതയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. എങ്ങനെയാണ് നീ വീണ്ടും ജന്മമരണങ്ങൾ ഉണ്ടാക്കുന്ന ഈ കർമ്മകലാപങ്ങളിൽ പെടുന്നത്? ആദ്യം ധനമാർജിക്കുന്നത് എങ്ങനെ? 2 ആത്മാവാണെന്നറിഞ്ഞിട്ടും ദുഃഖിതൻ എന്ന പോലെ കാണപ്പെടുന്നത്. 3 ജനിമരണങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മകലാപങ്ങളിൽ ഏർപ്പെടുന്നത്. ഈ 3 എണ്ണവും ചോദിക്കുകയാണ്. നീ അറിഞ്ഞിട്ടെങ്ങനെയാണിത് ചെയ്യുന്നത്? വീണ്ടും ആത്മാവ് ശുദ്ധ ചൈതന്യസ്വരൂപമെന്നും അതിസുന്ദരമെന്നും കേട്ടിട്ടും ഉപസ്ഥേന്ദ്രിയ ഭോഗത്തിൽ ആസക്തനാകുന്നവൻ മലിനചിത്തനായിത്തീരുന്നു. അതുകൊണ്ട് നീ എങ്ങനെയാണ് അതിലേക്ക് ചെന്ന് ചാടുന്നത്? ചിത്തം മാലിന്യമുള്ളതായിത്തീരില്ലേ? 5 സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി മുനേർജാനത ആശ്ചര്യം മമത്വമനുവർത്തതേ. സർവഭൂതേഷു ആത്മാനം
സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി മുനേർജാനത ആശ്ചര്യം മമത്വമനുവർത്തതേ. സർവഭൂതേഷു ആത്മാനം സർവഭൂതാനി ആത്മനി ജാനതഃ മുനേഹേ മമത്വമനുവർത്തതേ ഇതി ആശ്ചര്യം. സകല ഭൂതങ്ങളിലും ആത്മാവിനെയും സകല ഭൂതങ്ങളും ആത്മാവിലും സർവഭൂതാസ്തം ആത്മാനം സർവഭൂതാനി ജാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിന. അതാണ് മുനി. സർവദർശിയാണ് മുനി. മുനി മൗനിയാണ്. ഏതാണ് മൗനം? ആന്തരികമായ മൗനം. ആന്തരികമായ മൗനം. അവിടെ നിന്നാണ് യോഗയുക്തങ്ങളായ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചം അവിടെ ഇല്ല. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഉള്ള ചിന്തയില്ല. യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനെ. മുനിയുടെ പ്രത്യേകതയാണ്. ഭൂതങ്ങള് വിഷയങ്ങളിൽ ഉണർന്നിരിക്കുന്നു, മുനി അവിടെ ഉറങ്ങുന്നു. ഭൂതങ്ങൾ ബ്രഹ്മത്തിൽ ഉറങ്ങുന്നു, മുനി അവിടെ ഉണർന്നിരിക്കുന്നു. പരസ്പര വിരുദ്ധമാണ്. അങ്ങനെയുള്ള മുനി സർവഭൂതങ്ങളിലും ആത്മാവിനെ, എല്ലാം ആത്മാവാണെന്ന് കണ്ടു. എല്ലാ ഭൂതങ്ങളും ആത്മാവിലാണെന്ന് കണ്ടു. തന്നിൽ നന്യമായ ഒന്നുമില്ല. ആ അറിയുന്നവനായ മുനിക്ക് മമത തുടരുന്നു. ഇതാശ്ചര്യം. ഇതെല്ലാം അറിഞ്ഞിട്ടും നിനക്ക് മമതയുണ്ടാകുന്നു. ഇതാശ്ചര്യം തന്നെ. സകല ജീവികളിലും തന്നെയും തന്നിൽ സകല ഭൂതങ്ങളെയും കാണുന്ന സമദർശിക്ക് മമത്വം തുടരുന്നത് ആശ്ചര്യം തന്നെ ജനക. വീണ്ടും ആസ്ഥിത പരമാദ്വൈതം മോക്ഷാർത്ഥേ വിവസ്ഥിതഃ ആശ്ചര്യം കാമവശകോ വികലക്കേളിശിക്ഷയാ. പരമാദ്വൈതം ഒന്നുകൂടെ ആസ്ഥിത പരമാദ്വൈതം മോക്ഷാർത്ഥേ വിവസ്ഥിതഃ ആശ്ചര്യം കാമവശകോ വികലക്കേളിശിക്ഷയാം. പരമാദ്വൈതം ആസ്ഥിതഃ മോക്ഷാർത്ഥേ വ്യവസ്ഥിതഃ അപി ജനഃ കാമവശകഃ സൻ കേളിശിക്ഷയാ വികലഃ ദൃശ്യതേ ഇതി ആശ്ചര്യം. വീണ്ടും അടുത്തത് പറയാം. അപ്പം ധനം, 2 ദീനത, 3 അബ്രഹ്മചര്യം, 4 പരമമായ അദ്വൈതാവസ്ഥ ഇതിൽ നിലയുറപ്പിച്ച് മോക്ഷമാകുന്ന പരമലക്ഷ്യത്തിലെത്തിച്ചേർന്നവനും കൂടി കാമത്തിന് അധീനനായി കാമകേളികളിലേർപ്പെട്ട് സ്വഭാവഹീനനായി കാണപ്പെടുന്നു എന്നത് ആശ്ചര്യം തന്നെ. ഇതെല്ലാം ജനകനെ പരീക്ഷിക്കാനായി പറയുന്നത്, അല്ലാതെ ജനകന്റെ ഇതിലല്ല. ഈ പരീക്ഷണത്തിലൊക്കെ ജനകൻ എന്തുത്തരം പറഞ്ഞ് രംഗത്ത് വരും? ഇതൊക്കെ അരുതെന്ന് പറയുമോ, ആവാമെന്ന് പറയുമോ? ആത്മബോധത്തിന്റെ തലത്തിലെത്തിയാൽ അരുതെന്ന് പറഞ്ഞാൽ ഇതുണ്ടെന്ന് സമ്മതമായി. മനസ്സിലായില്ല? വർത്തന്തേ എന്ന് പറഞ്ഞാലും ഇവിടെ പോരാതെ വരും. കുറച്ചുകൂടെ വിശദീകരണം വേണ്ടി നമുക്ക് പഠിക്കാനുള്ളതാണ്, കാണാം. അപ്പോ അരുതെന്ന് പറയുവോ ആവാമെന്ന് പറയുവോ? അതാണ്. അത് ഇപ്പൊ തീരുമാനിക്കണ്ട, നോക്കിക്കാണാം. അതിന്റെ പരിണാമബുദ്ധി നിലനിൽക്കുകയല്ലേ നല്ലത്. പരമമായ അദ്വൈതത്തിൽ നിലയുറപ്പിച്ച് മോക്ഷമാകുന്ന പരമലക്ഷ്യത്തിലെത്തിച്ചേർന്ന അവനും കൂടി കാമത്തിനടിമയായി കാമകേളികളിൽ ഏർപ്പെട്ട് സ്വഭാവഹീനനായിത്തീരുന്നു എന്നത് ആശ്ചര്യം തന്നെ.
ഇതെല്ലാം ശിഷ്യന് നേരെ ഉന്നയിക്കുകയാണ്. നോക്കാം വീണ്ടും. ഉദ്ഭൂതം ജ്ഞാനദുർമിത്രം അവധന്യ അവധാര്യാദിദുർബല ആശ്ചര്യം കാമമാകാംക്ഷേത് കാലമന്ദമനുസൃതഃ ഉദ്ഭൂതം ജ്ഞാനദുർമിത്രം അവധാര്യാദിദുർബലഃ ആശ്ചര്യം കാമമാകാംക്ഷേത് കാലമന്ദമനുക്രിയ അനുസൃതഃ ഉദ്ഭൂതം കാമം ജ്ഞാനദുർമിത്രം ഇതി അവധാര്യ അപി അതിദുർബലഃ അന്തം കാലം അനുസൃതഃ ജനഃ കാമമാകാംക്ഷേത് ഇതി ആശ്ചര്യം. വീണ്ടും ഒരു ആശ്ചര്യം പറയാം. നേരത്തെ ആശ്ചര്യം ആത്മാവിനെ കണ്ട് ജനകനുണ്ടായത്, അഹോ ആശ്ചര്യം. ഇവിടെ ആശ്ചര്യം പരീക്ഷണത്തിലുണ്ടാകുന്നത് അവിടെ നിന്നുള്ള പതനം കണ്ടിട്ടാണ്. പതനം എന്ന് പറഞ്ഞാണ് ഇത് അവതരിപ്പിക്കുന്നത്. അത് പതനമാണോ? അത് ജനകൻ ഉത്തരം പറയും ഭംഗിയായിട്ട് പറയും. ഉദ്ഭൂതം ജ്ഞാനദുർമിത്രം, ഉദ്ഭൂതമായ മനസ്സിലുണ്ടാകുന്ന കാമം ജ്ഞാനത്തിന്റെ പരമശത്രുവാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അത്യന്തം ദുർബലനായ അവസാന സമയം അടുത്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നിട്ട് കൂടി കാമനയെ കാമത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതാശ്ചര്യം. കാരണം അവസാനായി, മരണം അടുത്ത് കിടക്കുകയാണ്. അപ്പോഴും മക്കളെ വിളിച്ചിട്ടൊക്കെ അതുണ്ടാക്കി തരണം, ഇതുണ്ടാക്കി തരണം, ചാകാൻ പോവാ. ആ സമയത്തെങ്കിലും മോചനത്തിന് ശ്രമിക്കുന്നില്ല എന്നുള്ള മട്ടി പറയാം. അപ്പോഴും കാമം കാമനയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടായി മരിക്കാറൊക്കെ ആകുമ്പോഴത്തേക്ക് പണ്ട് കാലത്ത് രാമായണമൊക്കെ വായിക്കുന്നത്. അത് കേൾക്കാൻ ഒന്ന്, രണ്ട് അതിനകത്ത് നല്ല ഭാവമൊക്കെ വായിച്ചു കൊടുക്കാൻ അർത്ഥമൊക്കെ. ചക്ഷുശ്രവണ ഗളസ്തമം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. വന്യസംതപ്തംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഈ ഭാഗമൊക്കെ ചിലപ്പം വായിച്ചു കൊടുക്കുക. അതായത് പാമ്പിന്റെ തൊള്ളയിൽ തവളയിരുന്നാൽ അവിടെ ഇരുന്നുകൊണ്ട് തവള അടുക്കൂടെ പോകുന്ന ഈച്ചയെ പിടിക്കും. ഈച്ചയുൾപ്പെടെ മറ്റവനാ പോകുന്നത്. എന്നാൽ എന്നെ പിടിച്ചിരിക്കുന്നവൻ ആ ഈച്ചയെ കൂടെ തിന്നണ്ടെന്ന് വിചാരിച്ചതിനെ വെറുതെ വിടുകയില്ല. ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് ആ ഈച്ചയെ നാക്ക് നീട്ടിപ്പിടിക്കും. അതുപോലെയാണ് ആസന്നമരണനായിരുന്നിട്ട് കൂടി ഇന്ദ്രിയങ്ങളുടെ ഭോഗങ്ങളൊന്നും നിർത്താൻ ഇഷ്ടപ്പെടുന്നില്ല. അത് വളരെ രസകരമായ കാര്യമാണ്. ഡോക്ടർമാരൊക്കെ പറഞ്ഞു, പോക്കായി വലി നിർത്തണം, അത് മാത്രം പറയണ്ട, കുടിക്കരുത്. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? കുടിക്കാതെ ജീവിക്കാൻ പറ്റും? എരിവും പുളിയൊന്നും പിന്നെ എന്ത് കഴിക്കാനാ? എരിവും പുളിയൊക്കെ ഇല്ലാതെ ജീവിതത്തിന് ആകെപ്പാടെ വല്ലതും ഉള്ളതൊരു എരിവും പുളിയൊക്കെയാണ്, ഇല്ലേ? അതേ വേണ്ടെന്ന് പറഞ്ഞാൽ മരിക്കാറായി കിടക്കുക, ഇതങ്ങ് നിർത്താമെന്നല്ല. ആ സമയത്ത് പോലും ആഗ്രഹങ്ങളാണ്. അത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അത് ആശ്ചര്യകരമാണ്. അദ്വൈതത്തിൽ നിലനിറപ്പിച്ച് മോക്ഷമാകുന്ന പരമലക്ഷ്യത്തിൽ എത്തിച്ചേർന്നവനായിട്ട് കൂടി കാമത്തിന് അധീനനായി കാമകേളികളിൽ ഏർപ്പെട്ട് സ്വഭാവഹീനനായിത്തീരുന്നു എന്ന് കണ്ടിട്ട് വീണ്ടും മനസ്സിലുണ്ടാകുന്ന കാമം ജ്ഞാനത്തിന്റെ പരമശത്രുവാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അത്യന്തം ദുർബലനായി അവസാന സമയമടുത്തുകൊണ്ടിരിക്കുന്നയാളായിരുന്നിട്ടും കാമനയെ കാമനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു. ഇത് ആശ്ചര്യമാണ്. ഇതൊക്കെ ചുറ്റും കാണുന്ന കാര്യങ്ങളാണ്, അല്ലേ? ശരിയല്ലേ?
ആ കിടപ്പിൽ ലാസ്റ്റ് ബ്രത്തില് ഇപ്പൊ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, തൂക്കിക്കൊല്ലാൻ പോകുമ്പോഴും അവസാനം ചോദിക്കും ആഗ്രഹം എന്തോ. തൂങ്ങാൻ പോകുന്നതിന് എന്താഗ്രഹിക്കാൻ? തൂക്കിക്കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ ആഗ്രഹം സാധിച്ചു തരുമോ? ഇല്ല. ബാക്കി തിന്നാനോ കുടിക്കാനോ ഒക്കെ ഉള്ളതായി ചോദിച്ചോളാൻ പറയുന്നു. അതുകൊണ്ട് എന്ത് കാര്യം? അപ്പൊ കാമം ജ്ഞാനത്തിന്റെ പരമശത്രുവാണെന്ന് അറിയാം. ശരീരം അത്യന്തം ദുർബലമായി, അന്ത്യകാലമെടുത്തതായി, എന്നിട്ടും കാമത്തിനു വേണ്ടി കൊതിക്കുന്നു. ഈ ആശ്ചര്യമാണ് അഷ്ടാവക്രം പറയുന്നത്. വീണ്ടും ഇഹാമുത്ര വിരക്തസ്യ നിത്യാനിത്യ വിവേകിനഃ ആശ്ചര്യം മോക്ഷകാമസ്യ മോക്ഷാദേവ വിഭീഷികം. ഇഹാമുത്ര വിരക്തസ്യ നിത്യാനിത്യ വിവേകിനഃ ആശ്ചര്യം മോക്ഷകാമസ്യ മോക്ഷാദേവ വിഭീഷിക. ഇഹ അമുത്ര വിരക്തസ്യ നിത്യാനിത്യ വിവേകിനഃ മോക്ഷകാമസ്യ മോക്ഷാദേവ വിഭീഷിക ഭവതി ഇതി ആശ്ചര്യം. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള പദാർത്ഥങ്ങളിൽ വിരക്തനായവൻ, ഒന്നും വേണ്ട. ഇഹ അമുത്ര ഫലഭോഗ വിരാഗത, വൈരാഗ്യം അത്രയ്ക്ക് വന്നു. പരവൈരാഗ്യവും അപരാവൈരാഗ്യവും രണ്ടുണ്ട്. രണ്ടും വന്നു. ഒന്നിലും ആഗ്രഹമില്ല, പൂർണ്ണ വിരാഗതയിലായി, അവിരക്തനായി. അങ്ങനെ വിരക്തനായവനും നിത്യാനിത്യ വസ്തു വിവേക പരിഗണ്യതയെ, നിത്യാനിത്യ വസ്തു വിവേകവും കൈവന്നു. നിത്യമേത് അനിത്യമേത് എന്ന വിവേകവും കൈവന്നവനും ആത്മാ നിത്യം ബാക്കിയെല്ലാം അനിത്യം ഈ ബോധമുള്ളവനും മോക്ഷകാമസ്യ ആയ മുമുക്ഷുവിന്, മുമുക്ഷു മോക്തുമിച്ഛ, മുമുക്ഷുത്വം അതും കൈവന്നവന് മോക്ഷാദേവ, മോക്ഷത്തിൽ നിന്നു തന്നെയാണ് വിഭീഷിക, ഭയദർശനം, ഭയം ഭവതീതി ഉണ്ടാകുന്നതെന്നത് ആശ്ചര്യം തന്നെ. മോക്ഷം ആഗ്രഹിച്ചു കിടക്കുന്നവനെയും ഭയം വിടുന്നില്ല. പൈഹത്തിലും പരത്തിലുമുള്ള എല്ലാ ഭോഗ്യവസ്തുക്കളിലും അനാസക്തനായി, ലോകം അനിത്യമെന്നും ആത്മാവ് നിത്യമെന്നും അറിവുള്ളവനായി, മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുന്നവനായി ആയവൻ പോലും മോക്ഷത്തെ ഭയപ്പെടുന്നു, മുക്തിയെ ഭയപ്പെടുന്നു എന്നത് ആശ്ചര്യം തന്നെ. വീണ്ടും അടുത്തത് സമയമായില്ലല്ലോ. അഞ്ച് മിനിറ്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കൺക്ലൂഡ് ചെയ്യണം. അത് തീരുല. അപ്പോ 8 ശ്ലോകം എടുത്തു അല്ലേ? 8 എടുത്തു അല്ലേ? എട്ടാമത്തെ വായിച്ച് 8 ശ്ലോകം എടുത്തു. അപ്പോ നമ്മൾ 3-ാം അധ്യായത്തിലെ 8 ശ്ലോകം വരെ എടുത്തു. ഈ ചർച്ച ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. സംഘാടകർ തീരുമാനിക്കട്ടെ, നിങ്ങളും തീരുമാനിക്കുക. എവിടുന്നാണിത് പഠിക്കാൻ നിങ്ങൾക്ക് ബാക്കി ഇടയാവുക എന്നുള്ളത് ജഗദീശ്വരനും തീരുമാനിക്കട്ടെ. എനിക്കാണ് അതിന് നിയോഗമെങ്കിൽ എനിക്ക് മാറിപ്പോനാവില്ല. അല്ലെങ്കിൽ നിശ്ചയമായും നിങ്ങളിത് പഠിക്കും, നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്തും. ഈ അഷ്ടാവക്ര ഗീത, അഷ്ടാവക്ര സംഹിത
പഠിച്ചിടത്തോളം നല്ലപോലെ ഹൃദിസ്ഥമാക്കിയിട്ട് വേണം ബാക്കി പഠിക്കാനെത്താൻ. പറ്റുമെങ്കിൽ ബാക്കി ശ്ലോകങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക. പഠിച്ചിടത്തോളം നല്ലപോലെ കാണാതെ പഠിക്കുക, അർത്ഥം അറിഞ്ഞില്ലെങ്കിലും പഠിക്കുക. ശ്ലോകം 2-3 പ്രാവശ്യം ചൊല്ലുമ്പോൾ ഈ കേട്ടത് ഓർമ്മ വരും. അർത്ഥം അറിഞ്ഞില്ലെങ്കിലെന്ന് പറഞ്ഞത് ശബ്ദം ചെവിയിൽ മുഴങ്ങാതിരിക്കില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് കേട്ട ശബ്ദം ശ്ലോകം നിങ്ങൾ ചൊല്ലുമ്പോൾ ഇവിടുന്ന് ചൊല്ലിത്തന്നു എന്ന് തോന്നുമാറ് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടുന്ന് ചൊല്ലിത്തന്നു എന്ന് തോന്നുമാറ് ആ ശബ്ദത്തെ സ്വീകരിക്കുവാൻ കാതോർത്ത് ചൊല്ലുക. മനസ്സിലായി? ഓരോ ലൈനും ചൊല്ലുമ്പോൾ അടുത്തത് പുറകിൽ നിന്ന് കേൾക്കുന്നു എന്ന് വിചാരിച്ച് ചൊല്ലുക, നിങ്ങളുടെ ഭാവന പോലെ. 2, നിങ്ങളതിൻ്റെ വാച്യാർത്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് വിചാരിച്ച് കേൾക്കുക. അങ്ങനെ ഈ പഠിച്ചിടത്തോളം ശ്ലോകങ്ങളൊന്ന് ഹൃദിസ്ഥമാക്കുക. അടുത്ത ക്ലാസ്സിനെത്തുമ്പോൾ പഠിപ്പിക്കുന്ന ആരും ആയിക്കോട്ടെ, പരമ്പരയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അത് ശുദ്ധമായി കേൾക്കാൻ പാകത്തിന് തയ്യാറെടുത്തെത്തുക. ഞാൻ പറഞ്ഞു തന്നതിൽ ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെൻ്റെ അറിവിൻ്റെ പോരായ്മയാണ്. അത് നിങ്ങൾക്ക് ഗുരുപരമ്പര സ്വയം ബോധിപ്പിച്ച് പരിഹരിക്കും എന്ന് ഈ കഴിഞ്ഞ 3 ദിവസത്തെ നിങ്ങളുടെ ശ്രദ്ധ തെളിയിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സംശയിച്ചിരുന്നതിൻ്റെ സംഘാടകർ വിളിച്ചപ്പം അഷ്ടാവക്രഗീതയ്ക്കൊക്കെ ആളിരിക്കുമോ, മറ്റു വല്ലതൊക്കെ ആണെങ്കിൽ വല്ല വളിപ്പുമൊക്കെ പറയാം. ഇതിലതിനൊന്നും ചാൻസുമില്ല. അതുകൊണ്ട് ആളുകൾ രാവിലെ മുതൽ ഇരിക്കുമോ? അതുകൊണ്ട് നിങ്ങൾ ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരരുതെന്നും സംഘടനകളെയൊക്കെ വിളിക്കരുതെന്നും നാട് നീളെ നോട്ടീസ് കൊടുത്ത് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരരുതെന്നും ഒക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരുന്നു. രാവിലെ മുതൽ ഇരിക്കാൻ പറ്റുന്നവരെ മാത്രമേ ഹാളിലേക്ക് കയറ്റിവിടാവൂ, അല്ലാത്തവർ വെളിയിൽ നിന്ന് കേൾക്കാവൂ എന്നും ഏകാഗ്രത പോകരുതെന്നും പറഞ്ഞിരുന്നു. അതൊക്കെ വന്ന് കേൾക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്, മറ്റൊന്നിനും വേണ്ടി പറഞ്ഞല്ല. നിങ്ങളുടെ ശ്രദ്ധ കണ്ടപ്പോൾ പറയേണ്ടിയിരുന്നില്ലെന്നും എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇനി നിങ്ങൾ പഠിച്ചത് പ്രാഥമികമായി അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നവരോട്, അത് മനസ്സിലാകുന്നവരോട് പറഞ്ഞുകൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ പ്രാഥമികമായി ചെയ്യേണ്ട ദക്ഷിണ. അതാണ് ഗുരുദക്ഷിണ. 2, നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കുക. അതുപോലെ തന്നെ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദഃ, എല്ലാം ഏകമാണെന്ന ബോധം നിലനിർത്തുക. അതാണ് പ്രധാനപ്പെട്ട ഗുരുദക്ഷിണ. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കഞ്ഞി കുടിക്കുകയും നിങ്ങൾ ഓടി നടക്കുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും വിഷമങ്ങൾ കാണുന്നവരെ കണ്ടാൽ നിങ്ങളുടെ പൂർണ്ണ തൃപ്തിക്കും ശക്തിക്കും അനുസരിച്ച് കൂടുതലാവരുത്. ഒരിടയാളുമില്ലാതെ അവരെ സഹായിക്കുക, നേരിട്ട്. വേറൊരാളുടെയും കൈ കൊടുത്തല്ല, അതിൻ്റെ പുണ്യമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. നേരിട്ട്. എൻ്റെ അറിവിലും നന്മയിലും എൻ്റെ കൺമുമ്പിൽ വ്യഥിതരും ദുഃഖിതരും പെടരുത്. എൻ്റെ വിശ്വത്തിൻ്റെ അപൂർണതയാണ്
എന്റെ ചിന്തകൾക്ക് മുമ്പിൽ രോഗികളും വിശക്കുന്നവനുമൊന്നും ഉണ്ടാവരുത് എന്ന ഉദാത്തമായൊരു മനസ്സ് വെച്ച് പുലർത്തും. വന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവസാനം നോക്കി ഇല്ല എന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയോ ശ്വശ്രുവധു ന്യായത്തിലോ ആദ്യം ഭിക്ഷക്കാരൻ വന്നു, മരുമകൾ ചൂടുവെള്ളം എടുത്ത് തലയിലൊഴിച്ചു, ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ പോടാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. കരഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ അമ്മായിയമ്മ അമ്പലത്തിൽ നിന്ന് വന്നു. എന്താടോ കരഞ്ഞുകൊണ്ട് പോകുന്നേ? അവിടുന്നാണല്ലോ താൻ ഇറങ്ങി വന്നേ. അവിടുത്തെ ആ കൊച്ചമ്മ ചൂടുവെള്ളം എടുത്ത് തലയിലൊഴിച്ചു, ഇറങ്ങിപ്പോടുമെന്ന് പറഞ്ഞു. അവള് പറയാൻ അതിനാരാ? അവൾക്കെന്താ അധികാരം? വാ കൂടെ വിളിച്ചുകൊണ്ട് വന്നു, മുറ്റത്ത് കൊണ്ടുവന്നു. എടീ മൂദേവി, നീ പറഞ്ഞോ അവനോട് ഇറങ്ങിപ്പോൻ, ഇവിടെ ഒന്നും ഇല്ലെന്ന്. നേരെ അകത്ത് ചെന്നു, കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് വന്നു. ഇതൊഴിക്കാനുള്ള അധികാരവും തന്നെ പറഞ്ഞുവിടാനുള്ള അധികാരവും എനിക്കാണെന്ന് പറഞ്ഞ് തലയിലൊഴിച്ചു. മനസ്സിലായി? ഇതിനാണ് ശ്വശ്രുവധു ന്യായം. അപ്പൊ അങ്ങനെ ആവരുത്. പൂർണ്ണ മനുഷ്യത്വത്തോടെ നന്മകളോടെ ജീവിക്കുക. ഈ ഭൂമി സർവാത്മന നമ്മുടെ സൃഷ്ടിയാണ്. അതിൽ നന്മകൾ മാത്രം കാണണം എന്ന് ആഗ്രഹിക്കുക. അതിൽ മുക്തിയാണ് ഇപ്പോൾ തന്നെ.